പ്രതി മെഴുവേലി ബാബുജി. കഴിഞ്ഞ 2 മണിക്കൂറുകളിലധികമായി അവർ ഇരുവരും ചിന്തിച്ചിരിക്കുവാൻ തുടങ്ങിയിട്ട്, വിജയനും അലക്സാണ്ടറും. നിനക്ക് ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താലെന്താ? അലക്സാണ്ടർ വിജയന്റെ കണ്ണുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കി. പക്ഷേ വിജയൻ അനുകൂലഭാവം ഇതേവരെ പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അയാളുടെ മനസ്സിൽ അലക്സാണ്ടറോട് വല്ലാത്ത വെറുപ്പും തോന്നി. നീ എന്താണ് ഒന്നും പറയാത്തത്? അലക്സ്, അത് ഒന്നും പറയണ്ട. ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. കുറച്ച് പണം വേണം, അതാണ് അവരുടെ പ്രശ്നം. ഇരുവരും കോളേജ് വിദ്യാർത്ഥികൾ. അബദ്ധത്തിൽ അവർ ഒരു കുരുക്കിൽ ചെന്ന് ചാടി. കൂട്ടുകാരനായ ഒരാളുടെ പ്രേരണ നിമിത്തം വിജയനും അലക്സാണ്ടറും കൂടി അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി. ഹോട്ടൽ ത്രില്ല്, ലോഡ്ജിങ്ങും എല്ലാം ഉള്ളതാണ് അവിടെ. കൂടാതെ നേരെ എതിർവശത്തുള്ള മിഷൻ ഹോസ്പിറ്റലിലെ സുന്ദരിമാരായ നഴ്സുമാരെ പറയുന്ന സമയത്ത് ത്രില്ലിലെ മുറികളിൽ കിട്ടും. അലക്സാണ്ടർ നേരത്തെ അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തിൻ്റെ ക്ഷണം ആദ്യമേ അയാൾ സ്വീകരിച്ചത്. പക്ഷേ വിജയന് എല്ലാം പുത്തൻ അനുഭവങ്ങളായിരുന്നു. അലക്സാണ്ടർ കൂടി നിർബന്ധിച്ചതിനാലാണ് അയാൾ പോകുവാൻ തയ്യാറായത്. അതിസുന്ദരിമാരായ 2 നഴ്സുമാർ അന്ന് അവരുടെ കൂടെ മണിക്കൂറുകൾ ചെലവഴിച്ചു. അവരുടെ ഹോട്ടൽ ബില്ലും നഴ്സുമാരുടെ പ്രതിഫലവും ഒക്കെ സുഹൃത്ത് തന്നെയാണ് കൊടുത്തത്. പക്ഷേ 4-5 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുഹൃത്തിൻ്റെ ഭാവം മാറി. ഏതാനും ഫോട്ടോകൾ അയാൾ അലക്സാണ്ടറെയും വിജയനെയും കൊണ്ടുവന്ന് കാണിച്ചു. അക്ഷരാർത്ഥത്തിൽ അവർ വിറച്ചുപോയി. ആ ഫോട്ടോകൾ തങ്ങളും നഴ്സുമായി ചിലവഴിച്ച നിമിഷങ്ങളുടെ വിവിധ പോസുകൾ. എങ്ങനെയുണ്ട്? സുഹൃത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഇരുവരും തലയുയർത്തി. വിക്ടർ, ഇത് മോശമായി പോയി, വിജയൻ പറഞ്ഞു. അതിന് മറുപടിയായി വിക്ടർ ഇത്തിരി ഉച്ചത്തിൽ തന്നെ ചിരിച്ചു. മോശമോ? എന്തു മോശം? ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും യാതൊരു മോശവും തോന്നിയില്ലേ? പറയുന്നതിനിടയിൽ അയാൾ കീശയിൽ നിന്നും ബ്രൗൺ ഷുഗറിൻ്റെ കവറെടുത്ത് അല്പം കൈവെള്ളയിലേക്ക് തട്ടിയിട്ടു. പിന്നെ ആർത്തിയോടെ നാവ് നീട്ടി രസിച്ചു. നീ ഞങ്ങളെ ചതിച്ചതാണ്. വിജയൻ അവനെ കോപത്തോടെ നോക്കി. അതെ, അക്കാര്യത്തിൽ എന്താ സംശയം? അവൻ്റെ മൂക്ക് ഇടിച്ച് പതുക്കുവാനുള്ള കോപമുണ്ടായി വിജയന്. പക്ഷേ നിയന്ത്രിച്ചു. ഒന്നാമത്, തനിക്ക് വിക്ടറിൻ്റെ അത്രയും ആരോഗ്യമില്ല. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അയാൾ തന്നെ പപ്പടം പോലെ പൊടിക്കുമെന്ന് വിജയൻ അറിയാം. പോരെങ്കിൽ സ്ഥലം പോലീസ് സൂപ്രണ്ടിൻ്റെ മകനാണ് വിക്ടർ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ മറ്റുള്ളവർ അയാളുടെ കൂടെയേ നിൽക്കൂ. കോളേജിലെ സകല തെമ്മാടിത്തരങ്ങൾക്കും പിന്നിൽ വിക്ടറുണ്ട്. ഒറ്റയാനാണ് അയാൾ. അധികം കൂട്ടുകാരൊന്നും അയാൾക്കില്ല. പക്ഷേ വിക്ടർ ഒന്ന് ഗർജിച്ചാൽ മറ്റുള്ള കുട്ടികൾ അക്ഷരം പ്രതി അനുസരിക്കും. അതാണ് വിക്ടർ. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയോളമായി അയാൾ അലക്സാണ്ടറോടും വിജയനോടും ഇങ്ങോട്ട് വന്ന് ചങ്ങാത്തം കൂടുകയായിരുന്നു. ഒറ്റ ക്ലാസ്സിലാണെങ്കിലും നേരത്തെ അവർ തമ്മിൽ ഒന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ നിമിഷത്തിൽ വിജയന് ഒരു കാര്യം ബോധ്യമായി. തങ്ങളെ ചതിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ ചങ്ങാത്തം കൂടിയത്. ഇതുകൊണ്ട് നിനക്കുള്ള ഗുണം എന്താണ്? അലക്സാണ്ടർ മെല്ലെ തിരക്കി. അത് പറയാനല്ലേ തുടങ്ങുന്നത്? എൻ്റെ നിർദ്ദേശം നിങ്ങൾ പാലിക്കാത്ത പക്ഷം ഞാൻ ഈ ഫോട്ടോകളുടെ കോപ്പികൾ കോളേജ് മുഴുവൻ പറപ്പിക്കും. നീ കാര്യം തുറന്നു പറയും വിക്ടർ, വിജയൻ അസ്വസ്ഥതയോട് പുലമ്പി. ഓക്കെ, വിക്ടർ മൃദുവായി മന്ദഹസിച്ചു. എനിക്ക് പണം കിട്ടണം, അല്ലെങ്കിൽ അതിനടുത്ത ദിവസം നടക്കുവാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. തരിച്ചു നിന്നുപോയി വിജയനും അലക്സാണ്ടറും. വിജയൻ്റെ വീട്ടിലാണെങ്കിൽ നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും 2 സഹോദരിമാരും അയാൾക്കുണ്ട്. അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നതുകൊണ്ടാണ് ഒരു വിധത്തിൽ വീട്ടുകാര്യങ്ങൾ നടന്നു പോകുന്നത്. വിജയന് 4-5 കുട്ടികളുടെ ട്യൂഷനുള്ളതിനാൽ കോളേജിലെ കാര്യങ്ങളെല്ലാം ഒരുവിധം തികയുന്നു. അലക്സാണ്ടർ പണമുള്ള വീട്ടിലേതാണ്. അയാളുടെ പിതാവ് വ്യവസായ പ്രമുഖൻ. പക്ഷേ വീട്ടിൽ പണം ചോദിക്കാൻ അയാൾ തയ്യാറല്ല. ഞാൻ പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യും. ഫോട്ടോയുടെ ഓരോ കോപ്പികൾ അവർക്ക് കൊടുത്തിട്ട് വിക്ടർ പറഞ്ഞു. മറ്റന്നാൾ വൈകിട്ട് 8 മണിക്കകം. വിക്ടർ, വിലാപം പോലെയായിരുന്നു വിജയൻ്റെ ശബ്ദം. നിനക്ക് ഞങ്ങൾ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തെങ്കിലും കാരണം കാണുമെന്ന് കരുതിക്കോ. ഓക്കെ. അയാൾ നടന്നു കഴിഞ്ഞു. വിക്ടർ, ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല. അതൊന്നും ഞാൻ തിരക്കേണ്ട കാര്യങ്ങളല്ല സുഹൃത്തെ. അലക്സാണ്ടറും വിജയനും മുഖാമുഖം നോക്കി. അനന്തരം കൈകളിലിരുന്ന ഫോട്ടോകളിലേക്കും. വിജയൻ പല്ലുകൾ ഞെരിച്ചമർത്തി. അയാളുടെ കയ്യിലിരുന്ന ഫോട്ടോ ചെറു കഷ്ണങ്ങളായി കാറ്റിൽ പറക്കുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചതൊന്നും വിജയൻ അറിയില്ല. മനസ്സിൽ കിടങ്ങുന്ന ചിന്തകളാണ്. വിക്ടർ ആ ഫോട്ടോകൾ മറ്റുള്ളവരെ കാണിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. വീട്ടിലുള്ളവരുടെയെല്ലാം മുഖങ്ങൾ വിജയൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അയാളിലാണ്. എല്ലാവരുടെയും മോഹങ്ങൾ അസ്തമിക്കാൻ പോകുകയാണെന്ന് വിജയന് തോന്നി. ഹേമ ഇടയ്ക്കിടെ തന്നെ ശ്രദ്ധിക്കുന്നത് വിജയൻ കണ്ടില്ലെന്ന് നടിച്ചു. പാവം കുട്ടി, ആഭ്യന്തരമന്ത്രിയുടെ മകളാണെന്ന് പറഞ്ഞിട്ടെന്താ? ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു കുട്ടി ഈ ക്ലാസ്സിൽ തന്നെ കാണില്ല. മന്ത്രിയുടെ ഒറ്റ മകൾ, കോടിക്കണക്കിന് രൂപയുടെ ഉടമ. കഴിഞ്ഞ 2 വർഷങ്ങളായി വിജയനും ഹേമയും തമ്മിൽ അടുപ്പത്തിലായിട്ട്. കോളേജിൽ മിക്കവർക്കും അറിയാവുന്ന ബന്ധം. ഒരിക്കൽ വിക്ടർ ഹേമയുടെ പിന്നാലെ നടന്നതാണ്. പക്ഷേ അവൾ അവനെ മൈൻഡ് ചെയ്തതേയില്ല. അതിൻ്റെ വാശി കൂടിയായിരിക്കാം ഇപ്പോൾ വിക്ടറിന്. ഹേമ അതിസുന്ദരിയാണ്. അവളുടെ നിറയൗവനം ഒരിക്കലെങ്കിലും മനസ്സിലാഗ്രഹിക്കാത്ത ഒറ്റ യുവാവും കോളേജിൽ ഉണ്ടാവില്ല. വിജയനോട് ഈ കാര്യം കൊണ്ട് തന്നെ പലർക്കും അസൂയയുമാണ്.
ഒരിക്കലും നടക്കാത്ത ബന്ധമാണിതെന്നറിയാവുന്ന വിജയൻ പലപ്പോഴും പിന്മാറാൻ ശ്രമിച്ചതാണ്. എന്നാൽ ഹേമ അനുവദിക്കുന്നില്ല. മന്ത്രിയാണെങ്കിലും തൻ്റെ ഡാഡി ഒരു നല്ല മനുഷ്യനാണെന്നും അവൾ ഇഷ്ടപ്പെടുന്ന യുവാവിനെ ഒരിക്കലും അദ്ദേഹം തള്ളിപ്പറയില്ലെന്നുമാണ് അവളുടെ വാദം. പഠിക്കാൻ മിടുക്കനാണ് വിജയൻ. ആയതിനാൽ അധ്യാപകർക്ക് അയാളോട് ഒരു പ്രത്യേക മമതയുമുണ്ട്. നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? അലക്സാണ്ടർ ചോദ്യമാണ് അയാളെ ഗതകാലത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്. കോളേജ് കോമ്പൗണ്ടിലെ വാഗയുടെ ചുവട്ടിലാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ മാത്രമാണ് വിജയൻ ഓർത്തത്. ഞാനെന്ത് പറയാൻ അലക്സ്? നിരാശയോടെ വിജയൻ പ്രതിവചിച്ചു. മറ്റന്നാൾ കഴിഞ്ഞ് ഞാനുണ്ടാവില്ല. സത്യം. വിജയ. അതേടാ, അഭിമാനം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം മരണമാണ്. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഉവ്വ്. 50,000 രൂപ പോയിട്ട് 50 രൂപ ഒന്നിച്ചെടുക്കാൻ എൻ്റെ പക്കലില്ല. നിനക്ക് വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? നോ നോ. അയാൾ കൈമലർത്തി. ഇപ്പോൾ തന്നെ എൻ്റെ ചിലവുകൾ വളരെ കൂടുന്നുവെന്നാണ് ഡാഡിയുടെ പരാതി. ഇതുകൂടിയായാൽ പിന്നെ പറയുകയും വേണ്ട. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിക്ടർ ഫോട്ടോ മറ്റുള്ളവരെ കാണിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അലക്സാണ്ടർ, അല്ലാതെ ഞാനെന്ത് ചെയ്യാനാണ്? നല്ല മാർഗം ഉപദേശിച്ചിട്ട് തന്നിട്ടും നീ അതനുസരിക്കുന്നില്ലല്ലോ. നിനക്ക് നേരിട്ട് ചോദിക്കാൻ മടിയായിട്ടാണ് അത്തരം ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മെ ആരും സംശയിക്കത്തുമില്ല. അത് ശരിയാവില്ല അലക്സ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നീയാണ് ശരിയാകാത്തതെന്നാണ്. വിജയൻ അലക്സാണ്ടറെ കടുപ്പിച്ചൊന്ന് നോക്കി. അയാൾ വിജയനെ ഉപദേശിച്ചു കൊടുത്ത മാർഗം ഇതായിരുന്നു. ഒന്നുകിൽ ഖാമിയോട് നേരിട്ട് പണം ചോദിക്കുക, അല്ലാത്ത പക്ഷം ഖാമിയെയും കൊണ്ട് നാളെ ഒരിടം വരെ പോകുക. രഹസ്യമായി എവിടെയെങ്കിലും ഒരു 4-5 മണിക്കൂർ അവളെ ആരും കാണാതെ പാർപ്പിക്കണം. അവൾക്ക് യാതൊരു സംശയവും തോന്നുകയും അരുത്. ഈ നേരത്തിനുള്ളിൽ ആഭ്യന്തരമന്ത്രിക്ക് ഫോൺ ചെയ്യുക. മകളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണെന്നും 2 മണിക്കൂറിനുള്ളിൽ 50,000 തരാത്ത പക്ഷം കൊന്നുകളയുകയോ അവളുടെ ബ്ലൂ ഫിലിം എടുത്ത് സീഡുകളായി വിൽക്കുമെന്നോ പറയുക. ഇപ്പോൾ ഭീകരവാദങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളുമൊക്കെ പുത്തരിയല്ലാത്തതുകൊണ്ട് മന്ത്രി അനുസരിക്കും. പണം നേരിട്ട് വാങ്ങാതെ എവിടെയെങ്കിലും വയ്പ്പിച്ചാൽ മതിയാകും. പിന്നീട് ഹേമ തിരിച്ചെത്തുമ്പോൾ മാത്രമേ കിഡ്നാപ്പിംഗ് ഒന്നും നടന്നിട്ടില്ലെന്നും മന്ത്രി അറിയൂ. ഇതായിരുന്നു അലക്സാണ്ടറുടെ ഐഡിയ. എന്നാൽ വിജയൻ അതിന് ഒരുക്കമല്ലായിരുന്നു. താൻ വിളിച്ചാൽ ഹേമ എവിടെ വേണമെങ്കിലും വരുമെന്ന് അയാൾക്കറിയാം. പക്ഷേ അവളെ വഞ്ചിച്ചിട്ടുള്ള പണം വേണ്ട, മരിക്കേണ്ടി വന്നാലും. ദാ ഹേമ വരുന്നു, അലക്സാണ്ടർ പറഞ്ഞപ്പോൾ വിജയൻ തലയിളക്കി. ഹേമയും ഒരു കൂട്ടുകാരിയും. അലക്സാണ്ടർ വിജയനെ നോക്കി. അളിയ, ഇഷ്ടമുണ്ടെങ്കിൽ സംഗതി അവതരിപ്പിക്കുക. നാളെയും മറ്റന്നാൾ പകൽ സമയവും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. വിജയൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴും ഹേമയും കൂട്ടുകാരിയും അടുത്തെത്തി കഴിഞ്ഞു. അലക്സാണ്ടർ എണീറ്റു. നിങ്ങൾക്ക് പേഴ്സണൽ കാര്യങ്ങൾ വേണമെന്നില്ല. ഹേമ ചിരിച്ചു. ഇവളുടെ ചിരിക്ക് പോലെ എന്തൊരഴകാണെന്ന് അലക്സാണ്ടർ ഓർത്തു. അലക്സിനോട് കൂടി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നോടോ? ആ. എന്താണ്? അയാൾ അമ്പരന്നു. തലക്കുഞ്ചിരിക്കുന്ന വിജയനെ ഒന്ന് നോക്കിയിട്ട് അവൾ അലക്സിന് നേരെ തിരിഞ്ഞു. വിജയന് എന്ത് പറ്റി അലക്സേ? ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. അലക്സാണ്ടർ ഒന്ന് പരുങ്ങി. അത് ടെൽമി. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഹേമേ. അത് കള്ളം. നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലേ? കാര്യമൊക്കെ ശരി തന്നെ. ഞാൻ ഇത്രയും നേരം അക്കാര്യം മാത്രമാണ് ഇവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറയണ്ടേ? വിജയ, ഹേമ വിളിച്ചു. അയാൾ തലയുയർത്തി. എന്തു പറ്റി വിജയ്? നത്തിങ്. ഞാൻ വിശ്വസിക്കില്ല. ഇന്നോ ഇന്നലെയോ അല്ല ഞാൻ വിജയനെ കാണുവാൻ തുടങ്ങിയത്. വിജയൻ പതറുകയായിരുന്നു. എന്നോടെങ്കിലും പറയൂ വിജയ്. ഹേമേ, നിങ്ങൾ മാത്രം സ്വൈര്യമായി ഒരിടത്തിരുന്ന് ഒന്ന് സംസാരിച്ചു നോക്ക്. അപ്പോഴെങ്കിലും ഇവൻ പറഞ്ഞാലോ? ഹേമയ്ക്കും പ്രയാസമായി തുടങ്ങി. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ പറയൂ വിജയ്. ഹേമയുടെ ഭാവവും മാറി തുടങ്ങി. പൊന്നുമോളെ, ഞാൻ സത്യമാണ് പറഞ്ഞത്. എനിക്കൊന്നുമില്ല, ഒരു പ്രയാസവുമില്ല. ആ മോൾ റൈറ്റ്. പക്ഷെ അപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. നോ, ഞാൻ വിശ്വസിക്കുന്നില്ല. വിജയൻ കള്ളമാണ് പറയുന്നത്. ബ്ലഡി ചീറ്റിംഗ്. അവൾ അയാളുടെ തോളുകളിൽ മുറുകെ പിടിച്ച് ശക്തമായി കുലുക്കി. ആർ യു വറിഡ് അബൌട്ട് സംതിങ്? നോ. ഹേമ, പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. വേണ്ട. നിറഞ്ഞ കണ്ണുകളോടെ അവൾ എണീറ്റു. എനിക്ക് ആരോടും തെറ്റിദ്ധാരണയില്ല. എന്നെക്കുറിച്ചാവും മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ. എന്നോട് പറയുകയും വേണ്ട. അവൾ കൂട്ടുകാരിയെയും കൂട്ടി തിരിച്ചു നടന്നു. ഹേമ, വിജയൻ തളർന്ന ശബ്ദത്തിൽ വിളിച്ചു. വേണ്ട. അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ വിജയൻ തളർന്നിരുന്നു. നീ എന്തൊരു മണ്ടത്തരമാണ് ഈ കാണിച്ചത്? അലക്സാണ്ടർ അയാളെ കുറ്റപ്പെടുത്തി. മണ്ടത്തരം? ഹോട്ടലിൽ വരുന്നില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്. നീ കൂടി നിർബന്ധിച്ചുകൊണ്ടല്ലേ ഞാൻ വന്നത്. വിജയ, അതിനിപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിക്കാൻ പോവുകയാണ് അല്ലേ? ഒന്നും ഉണ്ടായില്ല. നിന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒന്നുമില്ല. നിന്റെ വീട്ടിൽ പണമുണ്ട്. നിനക്ക് എങ്ങനെയും രക്ഷപ്പെടാം. അത്തരത്തിലല്ലല്ലോ ഞാൻ. അത്താഴ പട്ടിണിക്കാരൻ. 50,000 രൂപ ഉണ്ടാക്കണമെന്ന്. പറ്റില്ലടാ, എനിക്ക് പറ്റില്ല. ഞാൻ മരിക്കും. സത്യമായിട്ടും മരിക്കും. ആത്മഹത്യ ഭീരുത്വമാണെന്ന് പറയുമായിരിക്കും എല്ലാവരും. അതെ, ഭീരുത്വമാണ്. ഞാൻ ഭീരുവാണ്. അഭിമാനം വിറ്റ് തിന്നാൻ എനിക്ക് മനസ്സിലടാ. മറ്റുള്ളവരുടെ കാല് നക്കാനും ഞാൻ ആളല്ല. എന്നെ ഷേവ് ചെയ്യുന്നവന്മാരങ്ങ് ചെയ്യട്ടെ. ഒരുത്തനും കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല.
വിജയൻ തറയിൽ നിന്നും ചാടി എഴുന്നേറ്റു. വിഷമവും കോപവും ഒക്കെ ഒന്നിച്ച് അവനിൽ അലക്സാണ്ടർ കണ്ടു. വിജയ് ശക്തിയായി കിതയ്ക്കാൻ തുടങ്ങി. തളർന്ന മനസ്സോടെയാണ് വൈകിട്ട് വിജയൻ വീട്ടിലേക്ക് മടങ്ങിയത്. തൻ്റെ അഭിപ്രായം ഒരിക്കൽ കൂടി അലക്സാണ്ടർ അയാളോട് പറയുകയുണ്ടായി. വിജയൻ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. വീട്ടിലെത്തുമ്പോൾ മറ്റൊരു ദുരന്ത വാർത്ത അയാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കരഞ്ഞു കലങ്ങിയ പെങ്ങന്മാരുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എന്തോ സംഭവിച്ചിരിക്കുന്നെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. വിജയനെ കണ്ടതും പെൺകുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങി. എന്താ സരിതേ, എന്തു പറ്റി? അയാൾ ഉദ്വേഗത്തോടെ തിരക്കി. അച്ഛൻ. പെൺകുട്ടികളിൽ ഇളയവളുടെ സ്വരം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. അച്ഛൻ? വിജയൻ്റെ നെഞ്ചു പിടഞ്ഞു. പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് കടിച്ചു. ദൈവമേ! വിജയൻ്റെ കയ്യിൽ നിന്നും പുസ്തകം താഴെ വീണു. എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നീട് ഒരു നിമിഷം പാഴാക്കാതെ ഏത് ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സുഹൃത്തിൻ്റെ സൈക്കിളും കടമെടുത്ത് അയാൾ ആശുപത്രിയിലേക്ക് കുതിച്ചു. ഹോസ്പിറ്റൽ. അരമണിക്കൂറോളം ആഞ്ഞു ചവിട്ടിയപ്പോൾ അയാൾ ഹോസ്പിറ്റലിലെത്തി. തീരെ സൗകര്യങ്ങളില്ലാത്ത ഗവൺമെൻറ് ഹോസ്പിറ്റൽ. വാർഡ്. ഒരു കിടക്കക്കരികിൽ ചിലർ കൂടി നിൽക്കുന്നത് കണ്ട് അയാൾ അവിടേക്ക് ചെന്നു. ഒന്നേ നോക്കിയുള്ളൂ. തല കറങ്ങുന്ന പോലെ തോന്നി. കട്ടിലിൽ ചലനമില്ലാതെ കിടക്കുന്ന അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഓരോ രോമകൂപത്തിലൂടെയും രക്തം പൊടിച്ചു വരുന്നു. കടിച്ചത് രക്തയണലിയായിരിക്കും. ആരോ പിറുപിറുക്കുന്നത് അയാൾ കേട്ടു. കിടക്കയിൽ തലച്ചായ്ച്ച് കുനിഞ്ഞിരിക്കുകയാണ് മാധവി. വിങ്ങിപ്പൊട്ടുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. അമ്മേ! അയാൾ അവരുടെ തോളിൽ കൈവച്ചു. മാധവി തലയുയർത്തി. മോനെ! പച്ചമുള വെട്ടി ചീന്തും പോലെ ഒരു നിലവിളി. അച്ഛൻ്റെ കിടപ്പ് കണ്ടില്ലടാ. ആശുപത്രിയിലുണ്ടായിരുന്ന സകലരുടെയും ശ്രദ്ധ അവിടേക്കായി. അമ്മേ! അമ്മേ! എന്ത് പറയണമെന്നറിയാതെ വിജയൻ വിതുമ്പി. തടിച്ച ഒരു നേഴ്സ് അവിടേക്ക് വന്നു. നിങ്ങളെന്താ തള്ളേ കിടന്ന് മോങ്ങുന്നത്? ആ മനുഷ്യൻ്റെ അടുത്ത് നിന്നും മാറി നിന്നിട്ടെങ്ങാനും ആയിക്കൂടെ? യാതൊരു കരുണയുമില്ലാത്ത നേഴ്സ്. മാധവി കരച്ചിടക്കാൻ പാടുപെട്ടു. അമ്മ വിഷമിക്കേണ്ട, അച്ഛനെ ഒന്നും സംഭവിക്കില്ലെന്നേ. വിജയൻ അമ്മയെ ആശ്വസിപ്പിച്ചു. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അയാൾ ചെല്ലുമ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ക്വാർട്ടേഴ്സിൽ പോയിരിക്കുകയാണെന്ന് അറിയുവാൻ കഴിഞ്ഞു. തടിച്ച നേഴ്സ് മാത്രമുണ്ട്. സിസ്റ്റർ? വെട്ടുപോത്തിനെ പോലെ അവൾ മുരണ്ടു. എൻ്റെ അച്ഛൻ അവിടെ കിടപ്പില്ലേ? അതല്ല സിസ്റ്റർ, തൻ്റെ അച്ഛനോ? അവരുടെ മുഖമടച്ചൊന്ന് കൊടുക്കാനുള്ള ആവേശമുണ്ടായി വിജയന്. പക്ഷേ ക്ഷമിച്ചു. ഇവിടെ വിനയമാണ് അഭികാമ്യം. അച്ഛൻ എങ്ങനെയുണ്ട് സിസ്റ്റർ? ഒന്നും പറയാറായിട്ടില്ല. ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. നല്ല വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ. വിജയന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ ഇല്ലാതാകുമെന്ന് അയാൾക്ക് ഉറപ്പായി. അച്ഛനെ രക്ഷിക്കണം. എങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം സിസ്റ്റർ. ഇവിടെ നിന്നും ചെയ്ത മരുന്നുകളുടെ പേരും മറ്റൊന്നും കുറിച്ച് തന്നാൽ കൊള്ളാം. കുറിച്ച് തരാൻ മാത്രം ഒന്നുമില്ലടോ. അങ്ങ് കൊണ്ടു ചെന്നാൽ മതി. അപ്പോൾ തന്നെ ശങ്കരനെ ഒരു ഓട്ടോറിക്ഷയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ. രോഗിയുടെ കൂടെ വന്ന ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ഹോസ്പിറ്റൽ അധികൃതർക്ക് അവരുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് ഊഹിക്കാൻ കഴിഞ്ഞു. പ്രാഥമിക ചികിത്സ തുടങ്ങാം. പക്ഷേ വില കൂടിയ മരുന്ന് ഇഞ്ചക്ട് ചെയ്യണമെങ്കിൽ ഏതിൻ്റെ പണം നേരത്തെ കെട്ടിവയ്ക്കണം. എത്ര രൂപയാകും ഡോക്ടർ? ഒരു ഇഞ്ചക്ഷന് 1500 രൂപ വരും. 2 എണ്ണം മതിയാകും. പറഞ്ഞിട്ട് ഡോക്ടർ തൻ്റെ റൂമിലേക്ക് നടന്നു. വിജയൻ അവിടെ തന്നെ നിന്നു. 3000 രൂപയ്ക്ക് താൻ എവിടെ പോകും? 30 രൂപ തികച്ചെടുക്കാൻ തൻ്റെ പക്കലില്ല. എന്തും വരട്ടെയെന്ന് വിചാരിച്ച് അവൻ വീണ്ടും ഡോക്ടറുടെ മുന്നിലെത്തി. ഡോക്ടർ? അദ്ദേഹം തലയുയർത്തി. എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ രക്ഷിക്കണം. നാളെ ഈ നേരത്തിനുള്ളിൽ എങ്ങനെയും ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഡോക്ടറുടെ ചുണ്ടുകളിൽ പുച്ഛഭാവത്തിൽ ഒരു ചിരി വിടർന്നു. അത് ഇവിടുത്തെ ചട്ടങ്ങൾക്ക് എതിരാണ്. പണം കിട്ടാതെ മരുന്നുകൾ എടുത്തുകൂടാ. ഞാൻ താങ്കളുടെ കാല് പിടിക്കാൻ ഡോക്ടർ. അതുകൊണ്ടൊന്നും പ്രയോജനമില്ലടോ. അദ്ദേഹം വീണ്ടും താൻ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടു. ഇനി അവിടെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ലെന്ന് മനസ്സിലാക്കിയ വിജയൻ മെല്ലെ പുറത്തിറങ്ങി. എന്താണൊരു വഴി? എങ്ങനെയും അച്ഛനെ രക്ഷിച്ചേ മതിയാകൂ. അയാളുടെ മസ്തിഷ്കം പുകയാൻ തുടങ്ങി. പൊടുന്നിനെ മനസ്സിൽ ചെറിയൊരു വെളിച്ചം വീണു. അലക്സാണ്ടർ. ഇത്തരം ഒരാവശ്യത്തിന് താൻ ചെന്നാൽ സുഹൃത്ത് കൈയൊഴുകിയില്ലെന്ന് വിജയൻ വിശ്വസിച്ചു. അമ്മയുടെ അരികിലെത്തി. ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗത്തിൽ സൈക്കിളിൽ കയറി. 45 മിനിറ്റോളം എടുത്തു അലക്സാണ്ടറെ വീട്ടിലെത്താൻ. അടഞ്ഞു കിടന്നിരുന്ന ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴേ കണ്ടു പോർച്ചിൽ യമഹ ബൈക്ക് ഇരിക്കുന്നത്. ഭാഗ്യം, അലക്സാണ്ടർ സ്ഥലത്തുണ്ട്. 2 നിലകളുള്ള വലിയൊരു കെട്ടിടമായിരുന്നു അത്. വിശാലമായ മുറ്റവും പൂന്തോട്ടവും. സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് അയാൾ കോളിംഗ് ബെൽ അമർത്തി. അകത്ത് കിളിച്ചിലച്ചു. നിമിഷങ്ങൾ. അടുത്തു വരുന്ന പാദപതന ശബ്ദം. വാതിലിൻ്റെ ഹാൻഡിൽ തിരിഞ്ഞു. അലക്സാണ്ടർ. മുന്നിൽ വിജയനെ കണ്ടതും അയാൾ വിസ്മയിച്ചു പോയി. വിജയൻ? ആ. അയാൾ അലക്സാണ്ടറെ അടുത്തേക്ക് ചെന്നു. അയാളുടെ രൂപം കണ്ട് അലക്സാണ്ടർ അമ്പരന്നു. എന്ത് പറ്റിയടാ? എന്തു പറ്റാനാ? വിജയൻ്റെ സ്വരം പതറി. അരുതാത്തതെന്തോ നടന്നിരിക്കുന്നെന്ന് അലക്സാണ്ടറെ അന്തരംഗം മന്ത്രിച്ചു. നീ കയറി വാ. വിസിറ്റിംഗ് റൂമും കടന്ന് അവർ 2ാം നിലയിലുള്ള അലക്സാണ്ടർ മുറിയിലെത്തി. ഭിത്തികൾ നിറയെ ഹോളിവുഡ് സിനിമ സുന്ദരികളുടെ അർദ്ധനഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അലക്സാണ്ടർക്ക് മാത്രമായി ഒരു ടിവിയും വിസിപിയും ഫ്രിഡ്ജും ഉണ്ട്.
വിജയൻ പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി തണുത്ത വെള്ളമെടുത്ത് വായിലേക്ക് കമഴ്ത്തി. അത് മുഴുവൻ കുടിച്ചതിന് ശേഷം അയാൾ നിന്ന് കിതച്ചു. നീ ഇരിക്കടാ. അലക്സാണ്ടർ, പറ്റില്ലെന്ന് പറയരുത്. നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മതിയാകൂ. നീ കാര്യം പറയടാ. അച്ഛനെ പാമ്പ് കടിച്ചു. ആശുപത്രിയിൽ ആക്കിയിരിക്കുകയാണ്. ഒരു ഇഞ്ചക്ഷന് 1500 രൂപ വീതമാകും. അതെടുത്തില്ലെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോകുമടാ. അലക്സാണ്ടറുടെ മുഖവും വല്ലാതെയായി. നീ എനിക്ക് 3000 രൂപ എങ്ങനെയും സംഘടിപ്പിച്ച് തരണം. പറ്റില്ലെന്ന് മാത്രം പറയരുത്. അലക്സാണ്ടർ ഇത്തിരി നേരം ചിന്തിച്ചിരുന്നു. ആ മൗനം വിജയന് അസഹ്യതയുളവാക്കി. കയ്യിൽ വെച്ചുകൊണ്ട് കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ വശം പണമുണ്ട്. പക്ഷേ നാളെ ഈ നേരത്തിനുള്ളിൽ തിരിച്ചു കിട്ടണം. കാരണം ഡാഡിയുടെ പണമാണ്. ഇന്ന് അദ്ദേഹം സ്ഥലത്തില്ല. നാളെ വൈകിട്ട് തിരികെ എത്തുമ്പോൾ എനിക്ക് തിരിച്ച് ഏൽപ്പിച്ചാൽ മതിയാകൂ. ഡാഡിയുടെ സ്വഭാവം നിനക്കറിയില്ല. വിജയന് അധികം ചിന്തിക്കാൻ നേരമില്ലായിരുന്നു. ഞാൻ തിരിച്ചു തരാം, അയാൾ ഉറപ്പ് കൊടുത്തു. എങ്ങനെ? അലക്സാണ്ടർക്ക് സംശയം. ആരുടെയെങ്കിലും മോഷ്ടിച്ചായാലും? അലക്സാണ്ടർ മുഖത്ത് ചിരി മിഞ്ഞു മാഞ്ഞു. അയാൾ വേഗത്തിൽ 3000 രൂപ എണ്ണിയെടുത്ത് വിജയന് നൽകി. നിധി കിട്ടിയ സന്തോഷമായിരുന്നു വിജയന്. ഞാൻ പോകട്ടടാ, നാളെ കാണാം. മറക്കരുത്. ഇല്ല. ഓക്കെ. വിജയൻ പോയ ഉടനെ അലക്സാണ്ടർ ആർക്കോട്ട് ഫോൺ ചെയ്തു. നമ്മൾ വിജയിച്ചു വരികയാണ്. അത്രയും പറഞ്ഞിട്ട് റിസീവർ വെച്ചു. ഹോസ്പിറ്റൽ. വിജയൻ അവിടെ എത്തുമ്പോഴേക്കും നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ഓടിക്കെത്തിച്ച് ഡോക്ടറുടെ റൂമിലെത്തി. പണം കിട്ടി ഡോക്ടർ. ഓക്കെ, അതടച്ച് രസീത് വാങ്ങിക്കോളൂ. വിജയൻ അപ്രകാരം ചെയ്തു. ഒരു ഇഞ്ചക്ഷനുള്ള പണമേ അടച്ചുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ ശങ്കറിന് ഇഞ്ചക്ഷൻ നൽകപ്പെട്ടു. ഒപ്പം അയാൾക്ക് ഡ്രിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. രാത്രിയിൽ വിജയൻ ഹോസ്പിറ്റൽ വരാന്തയിലെ ചാരുബെഞ്ചിൽ അഭയം തേടി. ഇവിടെ കിടക്കാൻ പറ്റില്ല. രോഗിയുടെ അരികിലേക്ക് തന്നെ മാറിക്കോളൂ, ഗാർഡ് വന്നറിയിച്ചു. അയാൾ അച്ഛൻ്റെ അരികിലേക്ക് തന്നെ നീങ്ങി. അച്ഛൻ്റെ നെഞ്ച് നേരിയ തോതിൽ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടെന്നല്ലാതെ മറ്റു ചലനങ്ങളൊന്നുമില്ല. കിടക്കക്കരികിൽ ഒരു സ്റ്റൂളിൽ അർദ്ധമയക്കത്തിലാണ് അമ്മ. അയാൾ കടന്നു ചെന്നപ്പോൾ അമ്മ കണ്ണുകൾ തുറന്നു. അമ്മ ഇതുവരെയും ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എന്തെങ്കിലും വാങ്ങി വരട്ടെ? വേണ്ട മോനെ, എനിക്ക് തീരെ വിശപ്പില്ല. പിന്നെ വിജയൻ നിർബന്ധിച്ചില്ല. അയാൾ അവിടെ ചടഞ്ഞിരുന്നു. ജനാലയിലൂടെ കൊതുകുകൾ മൂളിപ്പറന്നു വന്നപ്പോൾ അതടച്ചു, കുറ്റിയിട്ടു. രാത്രിയിൽ അയാൾ അല്പം പോലും ഉറങ്ങിയില്ല. അലക്സാണ്ടർക്ക് നാളെ വൈകിട്ട് എങ്ങനെ പണം കൊടുക്കും എന്ന ചിന്തയായിരുന്നു വിജയന്. ഇനി രാവിലെ ഇഞ്ചക്ഷന് ബാക്കിയിരിക്കുന്ന പണം അടയ്ക്കണം. ഇടയ്ക്ക് വിജയൻ്റെ മനസ്സിൽ ഹേമയുടെ മുഖം തെളിഞ്ഞു വന്നു. അവളോട് പണം ചോദിച്ചാലോ? പക്ഷേ കിട്ടുമെന്ന് ഉറപ്പാണെങ്കിലും അയാൾക്ക് മടി തോന്നി. താൻ നിർധനനാണെന്ന് അവൾക്കറിയാം. എന്നാലും വേണ്ട, അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെ പണമുണ്ടാക്കും? പൂരിപ്പിക്കാൻ പറ്റാത്ത സമസ്യയാണത്. തന്നെ സഹായിക്കുവാൻ പറ്റിയവർ ആരുമില്ല താനും. അയാളുടെ ചിന്തകൾ കാടുകയറി. വിക്ടറുടെ ഭീഷണി മനസ്സിലെത്തി. അലക്സാണ്ടർ പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയാലോ എന്തെന്ന് പോലും അയാൾക്ക് തോന്നി. സംഗതി ഇത്തിരി റിസ്ക്കുള്ളതാണെങ്കിലും വിജയിക്കാൻ ഏറെ സാധ്യതയുള്ളതുമാണ്. ഹേമ ഒരിക്കലും സംശയിക്കത്തുമില്ല. തന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയതായി അവൾ ആരോടും പറയുകയുമില്ല. തങ്ങൾ ഇരുവരും കൂടി പോയ സന്ദർഭം മുതലാക്കി ആരോ പണം തട്ടിയെടുത്തതാണെന്ന് അവളും കരുതും. മന്ദിരോട് പണം ചോദിക്കുമ്പോൾ ഇത്തിരി കൂട്ടി ചോദിക്കണമെന്ന് മാത്രം. അച്ഛൻ്റെ ചികിത്സയ്ക്കും ആവശ്യമുള്ളത്രയും എടുക്കാം. അപ്പോഴും അയാളുടെ മനസ്സാക്ഷി വിലക്കിക്കൊണ്ടിരുന്നു. അരുത്, വേണ്ട എന്ന്. നേരം പുലർന്നപ്പോഴും ഉറച്ച ഒരു തീരുമാനത്തിലെത്തുവാൻ വിജയന് കഴിഞ്ഞില്ല. രാവിലെ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുക്കുവാനുള്ള പണം അടച്ചതിന് ശേഷമാണ് വിജയൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചത്. സുഹൃത്തിൻ്റെ സൈക്കിൾ കൊടുത്ത ശേഷം അയാൾ വീട്ടിലെത്തി. സരിതയും സിന്ധുവും ഹോസ്പിറ്റലിലെ വിവരങ്ങൾ അറിയുവാൻ കാത്തിരിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ വിജയൻ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഞങ്ങൾക്കും അച്ഛനെ കാണണം, അവർ വാശി പിടിച്ചു. ഇപ്പോൾ പോകണ്ട മക്കളെ, അയാൾ പറഞ്ഞു. വൈകിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ഇന്നലെ അണ്ണൻ ഒരാളോട് കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് തിരികെ കൊടുക്കണം. പെൺകുട്ടികൾ പിന്നെ നിർബന്ധിച്ചില്ല. വിജയൻ കുളി കഴിഞ്ഞ് വസ്ത്രം മാറി യാത്രയായി. ലക്ഷ്യമില്ലാത്ത യാത്ര. അവസാനം എങ്ങനെയോ അയാൾ എത്തിച്ചേർന്നത് കോളേജ് ഗേറ്റിന് മുന്നിലാണ്. ഒരു നിമിഷം അവിടെ നിന്നു. കുട്ടികൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുന്നു. സമയം 9:30. പൊടുന്നനെ അയാൾക്ക് മുന്നിൽ ഒരു ബൈക്ക് വന്നു നിന്നു. വിജയൻ ഞെട്ടലോടെ തലയുയർത്തി. അലക്സാണ്ടർ. കയറടാ. എവിടേക്കെന്ന് ചോദിച്ചില്ല. വിജയൻ പിന്നിൽ കയറി ബൈക്ക് ഗേറ്റ് കടന്ന കോളേജ് ഗ്രൗണ്ടിലൂടെ തെക്കോട്ടോടി. കോൺക്രീറ്റ് ഗ്യാലറിക്കരികിൽ നിന്നു. ഇരുവരും ഇറങ്ങി ഗ്യാലറിയിലിരുന്നു. അകലെ നിന്ന് ഹേമ ഒറ്റുനോക്കുന്നത് വിജയൻ കണ്ടു. വിജയ, എങ്ങനെയാണ് പണമുണ്ടാക്കുന്നത്? യാതൊരു മുഖവരെയും കൂടാതെ അലക്സാണ്ടർ തിരക്കി. വിജയൻ തലയിളക്കി. അലക്സാണ്ടർ തുടർന്നു. വിക്ടർ ഇന്ന് രാവിലെയും എന്നെ ഭീഷണിപ്പെടുത്തി. വിജയൻ അതിന് മറുപടി പറഞ്ഞില്ല. വൈകിട്ട് ഡാഡിയും വരും. ഓ, ചോദിക്കാൻ മറന്നു. നിന്റെ അച്ഛനെങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. അപ്പോൾ ഇനിയും പണം വേണ്ടി വരും. ഞാൻ ചിന്തിച്ചിട്ട് ഒറ്റ മാർഗമേ കാണുന്നുള്ളൂ. നേരത്തെ നിന്നോട് പറഞ്ഞ മാർഗം. ആ സമയം വിജയൻ ചിന്തിച്ചുകൊണ്ടിരുന്നു അവ തന്നെയായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടാകില്ലേ അലക്സാണ്ടറെ? ഇല്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്. അയാളുടെ മുഖം തെളിഞ്ഞു. എങ്കിൽ വിജയൻ്റെ ചുണ്ടുകൾ വിറച്ചു. ഓക്കെ, ഇനിയുള്ള കാര്യം എനിക്ക് വിട്ടു തന്നേര്. ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ മതി. നമ്മുടെ ലക്ഷ്യം നിറവേറും, തീർച്ച. ഹേമ, വിജയൻ സാവധാനം വിളിച്ചു. അവൾ മിഴികൾ ഉയർത്തി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ ഒത്തിരിയായല്ലോ. അവൾ ചിരിച്ചു.
വിജയന് ഇന്ന് എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഇന്നലെയും എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ശരിയായ മറുപടി തന്നില്ല. കോളേജ് ഗ്രൗണ്ടിലെ വാഗമരത്തണലിൽ ഇരിക്കുകയായിരുന്നു അവർ. കുറച്ചകലെ അലക്സാണ്ടർ നിൽപ്പുണ്ട്. പ്രശ്നം അവതരിപ്പിക്കുവാൻ അയാൾ വിജയന് കൈ കാണിച്ചു. എന്നാൽ തൻ്റെ നാവിൽ ചങ്ങല വീണതുപോലെ തോന്നി വിജയന്. ഹേമയ്ക്ക് ഇന്നിനി ക്ലാസ്സിൽ കയറണമെന്നുണ്ടോ? അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ വിജയൻ തിരക്കി. വിജയൻ്റെ മുഖത്തേക്ക് അത്ഭുതഭാവത്തിൽ അവൾ നോക്കി. എന്തേ? വിജയനെന്താ ഒരു പരിഭ്രമം? ഒക്കെ പറയാം. എനിക്ക് ഹേമയെ തനിച്ച് കുറേ നേരം കിട്ടണം. വൈകിട്ട് കോളേജ് വിടുന്ന നേരത്തേക്ക് തിരികെ പോകാം. എവിടെ പോകണം? ഞാൻ തയ്യാറാണ്. അവൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കുവാനില്ലായിരുന്നു. ഹേമരിക്ക് വിജയൻ എണീറ്റ് അലക്സാണ്ടറുടെ അടുത്തെത്തി. അവൾ സമ്മതിച്ചോടാ? പക്ഷേ എവിടേക്ക് കൊണ്ടുപോകും? അതൊന്നും നീ അറിയണ്ട. പറ്റിയ വീടൊക്കെ ഞാൻ തയ്യാറാക്കി തരാം. എപ്പോഴാണ് പോകുന്നത്? ഇപ്പോൾ തന്നെ. നീ അവളുടെ അടുത്ത് പോയിരിക്കേ. അലക്സാണ്ടർ യമഹയിൽ കയറി. ഒരസ്ത്രം പോലെ അത് പാഞ്ഞുപോയി. വിജയൻ തിരികെ വന്ന് ഹേമയുടെ അടുത്തിരുന്നു. അലക്സാണ്ടർ എവിടെ പോയതാ? നമുക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റിയ സ്ഥലം പുള്ളിക്കാരൻ തേടി പിടിച്ചു തരാമെന്ന് ഏറ്റിരിക്കുക. ദേ, കുഴപ്പമുള്ള ഭാഗത്തേക്കും പോകണ്ട. ഞാനല്ലേ കൂടെയുള്ളത്. അയാൾ ചിരിക്കുവാൻ ശ്രമിച്ചു. 10 മിനിറ്റുകൾക്കുള്ളിൽ അലക്സാണ്ടർ മടങ്ങിയെത്തി. വിജയൻ അയാളുടെ അടുത്ത് ചെന്നു. ഓക്കെ, പരിപൂർണ സുരക്ഷിതത്വം, ആരും ശ്രദ്ധിക്കാത്തിടം, എല്ലാം കൊണ്ടും അനുയോജ്യം. എവിടെയാണ്? നിങ്ങൾ ഇവിടെ നിന്നും ബസ്സിൽ കയറി ടൗണിലെത്തുക. അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ പോകാം. ശരി. വിജയനും ഹേമയും ബസ്സിൽ കയറിയപ്പോൾ അലക്സാണ്ടർ പിന്നാലെ യമഹയിൽ യാത്രയായി. ടൗണിൽ നിന്നും ഓട്ടോയിൽ യാത്ര. അലക്സാണ്ടറുടെ ബൈക്കിന് പിന്നാലെ ഓട്ടോ നീങ്ങി. ഗ്രാമം കടന്നു കായലോരത്തേക്ക്. ആ ഭാഗത്തെങ്ങും അധികം ആൾപ്പാർപ്പില്ല. നീണ്ട പരന്നു കിടക്കുന്ന തെങ്ങിൻ തോപ്പിന് നടുവിലുള്ള സാമാന്യം നല്ല ഒരു കെട്ടിടത്തിലേക്ക് അവർ എത്തി. അവിടെ നിന്നാൽ കായലിലൂടെ ചെറുവള്ളങ്ങൾ പോകുന്നത് കാണാമായിരുന്നു. ഹേമ ചുറ്റും നോക്കി. എപ്പോഴും വീശുന്ന തണുത്ത കാറ്റ്. കായലിൽ അഴുകാനിട്ടിരിക്കുന്ന തൊണ്ടിൻ്റെ ഗന്ധം കാറ്റിൽ തങ്ങി നിന്നിരുന്നു. ഓട്ടോറിക്ഷ അലക്സാണ്ടർ തിരികെ വിട്ടു. പിന്നെ കീശയിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്നു. ഈ വീട് ആരുടേതാ? ഹേമ തിരക്കി. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? ഏയ്, ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. അലക്സാണ്ടർ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചിരിച്ചു. മൂവരും അകത്ത് കയറി. എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ള ഒരു വീടായിരുന്നു അത്. അല്പനേരം ഹേമ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഒരു കാര്യം വിട്ടുപോയി. ഞാനും വിജയനും കൂടി നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാം. വേണമെന്നില്ല, ഹേമ പെട്ടെന്ന് പറഞ്ഞു. ആളൊഴിഞ്ഞ ആ കെട്ടിടത്തിൽ കഴിയുന്നതിനോട് അവൾക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ. ഞങ്ങൾ 5 മിനിറ്റിനുള്ളിൽ എത്താം. ഹേമ അതുവരെ വാതിലടച്ചോളൂ. വിജയൻ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് പറ്റില്ലെന്ന് പറയാൻ ബുദ്ധിമുട്ട്. ഇരുവരും ബൈക്കിൽ കയറിയപ്പോൾ അവൾ വാതിലടച്ചു. യമഹ പാഞ്ഞുപോയി. വാതിലടച്ചപ്പോൾ മുറിക്കുള്ളിൽ മങ്ങിയ ഇരുട്ട്. അവൾ ലൈറ്റിട്ടു. ഫാനും ഓൺ ചെയ്തു. ടീപ്പോയിൽ ചില മാഗസിനുകൾ കിടപ്പുണ്ടായിരുന്നു. അവൾ സെറ്റിയിലിരുന്നിട്ട് അവയെടുത്ത് മറിച്ചു നോക്കി. പിറുപ്പുറത്തുകൊണ്ട് അവൾ അത് അവിടെ തന്നെ ഇട്ടു. ആഭാസകരമായ സെക്സ് ചിത്രങ്ങളായിരുന്നു അവയിൽ മുഴുവനും. അലക്സാണ്ടറും വിജയനും പട്ടണത്തിലെ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിനരികിലെത്തി. ഞാൻ പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ? വിജയൻ ഇല്ല എന്ന അർത്ഥത്തിൽ തലയിളക്കി. എങ്കിൽ ഫോൺ ചെയ്തോളൂ, ഞാനിപ്പോൾ വരാം. വിജയൻ ബൂത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ അലക്സാണ്ടർ ബൈക്ക് മുന്നോട്ടെടുത്തു. റിസീവർ എടുക്കുമ്പോഴും ആഭ്യന്തരമന്ത്രി ബാലഗംഗാധരൻ്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോഴും വിജയൻ്റെ കൈ ശരിക്കും വിറച്ചു. അപ്പുറത്ത് ബെല്ലടിക്കുന്നത് റിസീവറിലൂടെ കേട്ടപ്പോൾ തൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചത് വിജയൻ അറിഞ്ഞു. ആരോ റിസീവർ എടുത്തു. ഹലോ? ഒരു സ്ത്രീസ്വരം. വിജയന് ശബ്ദിക്കാൻ കഴിയുന്നില്ല. ഹലോ? വീണ്ടും ശബ്ദം. ആഭ്യന്തരമന്ത്രിയുടെ വീടല്ലേ? ഒരു വിധത്തിൽ തിരക്കി. അതെ, ആരാണ് സംസാരിക്കുന്നത്? എനിക്ക് ആഭ്യന്തരമന്ത്രിയുമായി സംസാരിക്കണം. വളരെ അത്യാവശ്യമാണ്. ആര് വിളിക്കുന്നെന്ന് അദ്ദേഹത്തോട് പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. വിജയൻ ചുറ്റും നോക്കി. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, 1 മിനിറ്റ്. അപ്പുറത്തെ റിസീവർ തറയിൽ വെച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ റിസീവർ വീണ്ടും എടുക്കപ്പെട്ടു. ഹലോ? ബാലഗംഗാധരൻ്റെ കനത്ത ശബ്ദം. വിജയൻ ശക്തമായി ഞെട്ടി. ദൈവമേ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുതേ. ഹലോ? മന്ത്രിയുടെ ശബ്ദത്തിൽ അസ്വസ്ഥത. ഞാൻ നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. ഒറ്റ ശ്വാസത്തിൽ വിജയൻ പറഞ്ഞു. വാട്ട്? അതെ. ആരാണ് നീ? അതൊന്നും നിങ്ങളറിയണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണ്. അവൾ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. എന്താണ് നിൻ്റെ ഉദ്ദേശം? എനിക്ക് പണം വേണം. അത് തരാത്ത പക്ഷം നിങ്ങളുടെ മകളെ കൊന്ന് ഞാൻ കടലിൽ എറിയും. അതുമല്ലെങ്കിൽ അവളുടെ ബ്ലൂ ഫിലിം എടുത്ത് CD-യിലാക്കി വിൽപ്പന നടത്തും. എന്ത് വേണമെന്ന് സാറ് തന്നെ തീരുമാനിച്ചാൽ മതി. നിനക്ക് എത്ര രൂപ വേണം? വിജയൻ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പറഞ്ഞു, 1 ലക്ഷം. നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? അതൊന്നും സാറ് അറിയണ്ട. പണം ഞാൻ എവിടെ എത്തിക്കണം? ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ പണവുമായി താങ്കൾ പാർക്ക് റോഡിലൂടെ തനിയെ കാറിൽ വരണം. പാർക്കിന് കിഴക്ക് ഭാഗത്തെ കുറ്റിക്കാടിനുള്ളിലേക്ക് പെട്ടി എറിഞ്ഞു കളഞ്ഞേക്കുക. ബാക്കിയൊന്നും താങ്കൾ അറിയണ്ട. മകൾ സുരക്ഷിതയായി വീട്ടിലെത്തും. പിന്നെ ഒരു കാര്യം, ഈ വിവരം പോലീസിൽ അറിയിച്ച് മിടുക്കനാവാൻ ശ്രമിച്ചാൽ മകളുടെ മൃതദേഹം മാത്രമേ താങ്കൾക്ക് കാണാൻ കഴിയുള്ളൂ എന്ന കാര്യം മറക്കേണ്ട. ഇനി ഇക്കാര്യത്തെ ചൊല്ലി നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ട. മകളുടെ ഭാവിയെക്കുറിച്ച് നല്ല വിചാരമുള്ള ഒരച്ഛനാണ് നിങ്ങളെങ്കിൽ ആവശ്യമില്ലാത്ത ബഹളങ്ങൾക്കൊന്നും പോകില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ വന്നാൽ പുറത്ത് ആരും ഈ വിവരം അറിയുകയുമില്ല. ഓക്കെ? വൈകിട്ട് 3 മണിക്ക്. ഫോൺ വെച്ചിട്ട് വിജയനൊന്ന് നിന്ന് കിതച്ചു.
തന്നെ കൊണ്ട് ഇത്രയും സംസാരിക്കാൻ എങ്ങനെ കഴിഞ്ഞുവെന്ന കാര്യത്തിൽ അയാൾക്ക് സ്വയം സംശയം തോന്നി. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിയിട്ട് അയാൾ പുറത്തിറങ്ങി. അലക്സാണ്ടർ ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. വിജയൻ അയാളെയും കാത്തുനിന്നു. ഈ സമയത്ത് അസ്വസ്ഥതയോടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു ഹേമ. വിജയൻ എത്തിച്ചേരാൻ വൈകുന്തോറും അവൾക്ക് നിശബ്ദത നിറഞ്ഞ ആ കെട്ടിടത്തിലെ നിമിഷങ്ങൾ ബുദ്ധിമുട്ടായി തുടങ്ങി. അകത്തെ മുറിയിൽ എന്തോ വീണുടയുന്നത് കേട്ട് ഹേമ ഞെട്ടിപ്പോയി. അവൾ തലതിരിച്ച് അകത്തെ വാതിക്കലേക്ക് നോക്കി. അവിടെ വീണ്ടും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. വല്ല പൂച്ചയോ മറ്റോ ആയിരിക്കുമെന്ന് തോന്നി. എങ്കിലും എന്തോ അവൾക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. ഹേമ സാവധാനം എണീറ്റു. അകത്തെ മുറിയിലേക്ക് ചൂടുകൾ വെച്ചു. 1-2 മുറികൾ പിന്നിട്ടു. അവിടെ എങ്ങും ഒന്നുമില്ലായിരുന്നു. തൊട്ടടുത്ത് ചാരിയിട്ടിരിക്കുന്ന ഒരു വാതിൽ. അവൾ മെല്ലെ അത് തുറന്നു. ഒരു ബെഡ്റൂമായിരുന്നു അത്. അതിനുള്ളിലെ ടേബിളിൽ നനവുപാട് കണ്ട് അവൾ ശ്രദ്ധിച്ചു നോക്കി. ഒരു ഗ്ലാസ് ഇരുന്നതുപോലെ. അതിന് ചുവട്ടിലെ വെള്ളം മേശയിൽ പറ്റിയിരിക്കുന്നത് കണക്കെ. അടുത്ത സെക്കൻഡിൽ ഹേമ അത് കണ്ടു. കിടക്കയ്ക്കടിയിൽ പെട്ടെന്ന് മറച്ചു വെച്ചതുപോലെ പകുതിയൊഴിഞ്ഞ ഒരു മദ്യക്കുപ്പിയും ഗ്ലാസും. ഹേമ ഭയന്നു പോയി. സമീപത്തെവിടെയോ അപകടം പതിയിരിക്കുന്നതായി അവളുടെ മനസ്സ് മന്ത്രിച്ചു. പുറത്തേക്കിറങ്ങാൻ അവൾ തിരിഞ്ഞതും പിന്നിൽ വാതിൽ ബന്ധിക്കപ്പെട്ടതും ഏതാണ്ട് ഒരേ നേരത്തായിരുന്നു. ഹേമ അലറിക്കരഞ്ഞു. അത് കണ്ട് വാതിലിൽ ചാരി നിന്ന് ഒരാൾ പൊട്ടിച്ചിരിച്ചു. വിക്ടർ. ശബ്ദം നിലവിളിയായി ഹേമയുടെ കണ്ടത്തിൽ നിന്നും പുറത്തു വന്നു. നിങ്ങൾ? യെസ്, ഞാൻ തന്നെ. വാതിലിൻ്റെ എല്ലാ ബോൾട്ടുകളും ശരിക്കും ഉറപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് അയാൾ മെല്ലെ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ഇത്തരം ഒരു അവസരത്തിനായി ഞാൻ എത്ര കാലമായി കാത്തിരിക്കുമായിരുന്നെന്ന് നിനക്കറിയാമോടി പെണ്ണേ? നിങ്ങൾക്കെന്ത് വേണം? നിന്നെ. അയാൾ അവൾക്ക് നേരെ കൈ ചൂണ്ടി. വിക്ടറുടെ ആഗ്രഹങ്ങൾ ഒന്നും നിറവേറ്റപ്പെടാതിരുന്നിട്ടില്ല. ഇക്കാര്യത്തിൽ മാത്രം ഇത്തിരി കാലതാമസം വന്നു എന്ന് മാത്രം. എന്നെ ദ്രോഹിക്കരുത്. ഒരിക്കലുമില്ല. പക്ഷേ പൂർണ്ണ നീ എന്നോട് സഹകരിക്കേണ്ടി വരും. സാധ്യമല്ല. എനിക്ക് സാധ്യമാണ്. വിജയ, അവൾ ഉച്ചത്തിൽ വിളിച്ചു. 1000 തവണ നീ വിളിച്ചാലും അവൻ വരാൻ പോകുന്നില്ലടി. മാത്രമല്ല, എത്ര ഉച്ചത്തിൽ കരഞ്ഞാലും ഈ മുറിയിൽ നിന്നും യാതൊരു ശബ്ദവും പുറത്ത് പോവുകയുമില്ല. ഹേമ തളർന്നു പോയി. എങ്കിലും അതവൾ പുറത്ത് കാണിച്ചില്ല. വിക്ടർ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ. പോടിപ്പുല്ലേ. നിന്റെ പത്രാസ് കാട്ടി ആരെയാണ് വിരട്ടാൻ ശ്രമിക്കുന്നത്? ഈ വിക്ടറെയോ? പൊന്നുമോളെ, നീ ആഭ്യന്തരമന്ത്രിയുടെ മകളാണെങ്കിലും ഒരു പെണ്ണാണെന്ന കാര്യം എന്തേ ഓർക്കാതെ പോയി? ഒരു സാധാരണ പെണ്ണിനുള്ളതല്ലാതെ കൂടുതലൊന്നും നിനക്കുമില്ലല്ലോ. ചീ. അവൾ മുഖം വെട്ടിത്തിരിച്ചു. വിജയൻ്റെ കൂടെ ഇവിടേക്ക് എഴുന്നള്ളിയപ്പോൾ നിനക്ക് പുച്ഛമൊന്നും തോന്നിയില്ലല്ലോ. വിജയൻ നിന്നെപ്പോലെ വൃത്തികെട്ടവനല്ല. സമ്മതിച്ചു. ഞാൻ വൃത്തികെട്ടവൻ തന്നെ. ഇപ്പോൾ കുറേ വൃത്തികേടുകൾ കാണിക്കുവാനും പോവുകയാണ്. സിഗരറ്റ് കുറ്റി തറയിലിട്ട് ചവിട്ടി അരച്ചിട്ട് അയാൾ മെല്ലെ മുമ്പോട്ടെടുത്തു. ആ മൃഗത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ ഹേമ പകപ്പോടെ ചുറ്റും നോക്കി. വിക്ടർ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. പറഞ്ഞു നിർത്തും മുമ്പ് അയാൾ അവളെ കടന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു. വിടറ ചെലുത്താനെ. അവൾ കുതറി മാറി. അതേ നിമിഷത്തിൽ കൈ നിവർത്ത് മുഖമടച്ചൊന്നു കൊടുത്തു. വിക്ടർ ഒന്ന് പതറി. തൻ്റെ കണ്ണിൽ നിന്നും പൊന്നിച്ച പറക്കുന്ന അനുഭവം അയാൾക്കുണ്ടായി. ഹേമ വാതിലിന് നേരെ ഓടി. ഒരു കൊളുത്ത് നീക്കിയപ്പോഴേക്കും അയാൾ പിന്നാലെ എത്തി അവളുടെ മുടിക്ക് പിടിച്ച് പിന്നോട്ട് വലിച്ചു. ഹോ. ഹേമ പിടഞ്ഞു. അയാൾ അവളുടെ ഇരു കവിളുകളിലും മാറി മാറി പ്രഹരിച്ചു. പിന്നെ കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. നായൻ്റെ മോളെ. കിടക്കയിൽ നിന്നും എണീക്കാനുള്ള ശ്രമത്തിൽ ഹേമ തറയിൽ വീണു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മദ്യക്കുപ്പിയിലുടക്കി. അവൾ അത് കടന്നെടുത്ത് കൊണ്ട് എഴുന്നേറ്റു. കുപ്പിയുടെ ചുവട് മേശയിൽ അടിച്ചു പൊട്ടിച്ചു. കുപ്പിച്ചില്ലും മദ്യവും ഇടകലർന്നൊഴുകി. അടുത്തു വന്നാൽ നിന്നെ കൊല്ലും. കുപ്പിയുടെ കൂർത്ത മുനയുള്ള ഭാഗം വിക്ടറിന് നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ അലറി. വിക്ടർ ഒന്ന് നിന്നു. അവളുടെ മുഖഭാവത്തിൽ നിന്നും എന്തും ചെയ്യാൻ മടിക്കുകയില്ലെന്ന് അയാൾക്ക് തോന്നി. നിന്റെ തലയുടെ മുകൾ ഭാഗത്തേക്ക് നോക്കിടി. അയാൾ കൈ ചൂണ്ടി. അവൾ തലയുയർത്തി നോക്കി. ആ നിമിഷം അയാൾ മുന്നോട്ട് ചാടി കാലുയർത്തി അവളുടെ കയ്യിൽ തട്ടി. കുപ്പി തെറിച്ചു ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു ചിതറി. വിക്ടർ വന്യമായി ചിരിച്ചു. ഞൊടിയിടയിൽ അയാൾ പിന്നിൽ നിന്ന് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് മുറുക്കി. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. എന്നിട്ടും അയാൾ വിട്ടില്ല. അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ അവളുടെ സൽവാർ വലിച്ചു കീറിക്കളഞ്ഞു. പഴയ കടലാസ് കീറുന്നതുപോലെ. ഹേമയുടെ ചലനം നേർത്തു വരുന്നത് വിക്ടർ അറിഞ്ഞു. യാതൊരു ധൃതിയും കാണിക്കാതെ അയാൾ അവളെ കിടക്കയിലേക്ക് ഇട്ടു. ശ്വാസം കഴിക്കാൻ നന്നായി പ്രയാസപ്പെടുകയായിരുന്ന ഹേമ തളർന്നു കിടന്നു. അയാൾ സാവധാനം അവളുടെ പാൻറ്റും വലിച്ചു കീറി. അയാളുടെ കണ്ണുകളിൽ തിളക്കം. ജനിക്കുന്ന അവളുടെ സൗന്ദര്യം കണ്ടു നിൽക്കാനുള്ള കരുത്തില്ലായിരുന്നു വിക്ടറിന്. അയാൾ അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്തു. മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള ഒരു തരം അവസ്ഥയിൽ ഒരു അന്യപുരുഷൻ്റെ മുന്നിലാണെന്നതുപോലെ വിസ്മരിച്ച് നഗ്നയായി അവൾ കിടന്നു. ചന്ദനത്തിൽ തീർത്ത ഒരു പൂർണ്ണകായ പ്രതിമയായിരുന്നു അവളപ്പോൾ. വിക്ടറുടെ സിരകൾ ത്രസിച്ചു. അധികനേരം ആ സൗന്ദര്യം കണ്ടു നിൽക്കാനുള്ള കരുത്തില്ലായിരുന്നു അയാൾക്ക്. അവൾക്കരികിൽ അയാൾ കിടക്കയിലിരുന്നു. പിന്നെ ഒരു ആവേശമായിരുന്നു വിക്ടറിന്. ഒരു നൂറ്റാണ്ടുകാലം ശ്രീഗന്ധ അറിയാതെ കഴിഞ്ഞ പുരുഷന്റെ ആവേശം. അയാൾ അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. ആ കൈകൾ അവളുടെ ശരീരത്തിലെ നിഗൂഢതകളിൽ അരിച്ചു നടന്നു. അർദ്ധബോധാവസ്ഥയോടടുത്ത നിമിഷങ്ങളായിരുന്നിട്ടും ഹേമ പൊളഞ്ഞുപോയി. പ്രാവ് കുറുകുന്നതുപോലെ ഒരു ശബ്ദം അവളിൽ നിന്നുണ്ടായി. വിക്ടർ അവളെ വരിഞ്ഞു മുറുക്കി. മഴ കാത്തുകിടക്കുന്ന ഭൂമിയായി മാറി അവൾ.
തൻ്റെ മകളെ ആരോ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയെന്ന ഫോൺ സന്ദേശം അത്ര വേഗത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല ആഭ്യന്തരമന്ത്രി ബാലഗംഗാധരൻ. വിവരമറിഞ്ഞ ഉടനെ അദ്ദേഹം SP സത്യനാരായണനുമായി ബന്ധപ്പെട്ടു. കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു മനസ്സിലാക്കി. താൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് SP ഫോൺ വെച്ചു. അദ്ദേഹം കോളേജുമായി ബന്ധപ്പെട്ടു. ഹേമ ക്ലാസ്സിൽ ഇല്ലെന്ന വിവരം അറിഞ്ഞു. കഴിവതും സംഗതി രഹസ്യമാക്കി തന്നെ വെച്ചുകൊണ്ട് സത്യനാരായണൻ അന്വേഷണത്തിനിറങ്ങി. ടെലിഫോൺ ബൂത്തിനരികിൽ വിജയൻ അസ്വസ്ഥതയോടെ നിന്നു. ഉടനെ എത്തും എന്ന് പറഞ്ഞുപോയ അലക്സാണ്ടർ ഇതുവരെ മടങ്ങിയെത്തിയില്ല. ഹേമ ആ കെട്ടിടത്തിൽ തനിച്ചേ ഉള്ളല്ലോ എന്ന ഓർമ്മയാണ് അയാളെ തളർത്തുന്നത്. ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകാമെന്ന് വെച്ചാൽ അതിനുള്ള പണവും കയ്യിലില്ല. വിജയന്റെ ഹൃദയം പിടഞ്ഞു. അപകടത്തിന്റെ കുഴൽവിളി തലയ്ക്കുള്ളിൽ മുഴങ്ങുന്നത് വിജയൻ അറിഞ്ഞു. നിറഞ്ഞ സംതൃപ്തിയോടെ ഹേമയുടെ ശരീരത്തിൽ നിന്നും വിട്ടകന്നിട്ട് അവൻ ഒരു സിഗരറ്റും കത്തിച്ചു. ഹേമേ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല, അയാൾ പറഞ്ഞു. അവൾ വിമ്മിക്കരയുകയാണ്. അതുകൊണ്ട് അയാൾ ചിരിച്ചു. നീ എന്തിനാടി പെണ്ണ ഇങ്ങനെ കരയുന്നത്? ഈ ലോകത്ത് ആരും ചെയ്യാത്ത പാവമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ആരോഗ്യമുള്ള ശരീരങ്ങൾക്ക് ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. അവൾ മിണ്ടിയില്ല. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് താൻ ഇയാൾക്ക് വഴങ്ങിയതെന്ന് അവൾ ഓർത്തു. പുറത്ത് യമഹയുടെ ശബ്ദം. വിജയനും അലക്സാണ്ടറും എത്തിയോ? ഹേമ തളർന്നു പോയി. തൻ്റെ വിജയൻ വിക്ടർ വലിച്ചു കീറിക്കളഞ്ഞ തൻ്റെ വസ്ത്രങ്ങൾ കൊണ്ട് നഗ്നത മറയ്ക്കാൻ അവൾ ഒരു വിഫല ശ്രമം നടത്തി. ചൂളമൊഴിച്ചുകൊണ്ട് ഉല്ലാസവാനായി വിക്ടർ പുറത്തേക്ക് ചെന്നു. വാതിൽ തുറന്നു. അവിടെ അലക്സാണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്ടർ അയാളെ നോക്കി കണ്ണിറക്കി. അലക്സാണ്ടർ അകത്തേക്ക് ചെന്നു. അയാളെ കണ്ടപ്പോൾ ഹേമ കിടക്കയിൽ കൂഞ്ഞിരുന്നുകൊണ്ട് കൈകൾ കൊണ്ട് മാറിടം മറച്ചു. എന്താ ഹേമ എങ്ങനെ? അവൾക്കരികിലേക്ക് കിടക്കയിൽ അയാളും വരുന്നു. വിജയൻ, അവൻ ഇപ്പോഴേ വരില്ല. അയാൾ അവളുടെ തോളിൽ കൈവച്ചു. അലക്സാണ്ടർ, ഹേമ പരിഭ്രമിച്ചു. സാരമില്ലെന്നേ, എന്തായാലും വിക്ടർ കഴിച്ചതിൻ്റെ ബാക്കിയല്ലേ. അയാൾ അവളുടെ കൈകൾ പിടിച്ചകത്തി. ഹേമയുടെ മാരണത്തിൽ അല്പമുണ്ടായിരുന്ന കീറിയ വസ്ത്രം ഊർന്ന് താറയിലേക്ക് വീണു. അയാൾ അവളെ കിടക്കയിലേക്ക് അമർത്തി. നേരെ ഉച്ച കഴിഞ്ഞു. അലക്സാണ്ടറും വിക്ടറും പലതവണ ഹേമയുടെ അരികിൽ വന്നുപോയി. ഇപ്പോൾ അവൾക്ക് നേരിയ ചലനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം, അലക്സാണ്ടർ പറഞ്ഞു. വിക്ടർ ശിരസിളക്കി. വിജയൻ വന്നുപോയാൽ വരട്ടെ. ഏതായാലും ഇവൾ നമ്മളെ ഒറ്റിക്കൊടുക്കൂ എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അത്ര തന്നെ. എന്ന് പറഞ്ഞാൽ അലക്സാണ്ടറെ നെറ്റിച്ചുളിഞ്ഞു. എന്നേക്കുമായി ആ സംസാരം അവസാനിപ്പിക്കണം. വിക്ടർ, അലക്സാണ്ടർ ശരിക്കും ഭയന്നുപോയി. കൊല്ലാനോ? അല്ല, വളർത്താൻ. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു കൊലപാതകം നടത്തേണ്ടി വരുമെങ്കിൽ അതത്ര കാര്യമാക്കാനില്ല. പിന്നെ പോലീസ് കേസ്. ഇക്കാര്യമൊന്നും ചിന്തിച്ച് നീ തലമുണ്ടാക്കേണ്ട. ഒക്കെ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്തേച്ചാൽ മതി. വിക്ടറുടെ വാക്കുകൾ കേട്ട് അലക്സാണ്ടർ മിഴിച്ചു നിന്നു. പോലീസുകാർക്ക് ഒരു കൊലയാളിയെ വേണം. അതിനാ ശരിയാക്കാം. കമോൺ. വിക്ടറെ അനുസരിക്കാതിരിക്കുന്നത് കുഴപ്പമാണെന്ന് അലക്സാണ്ടർക്ക് തോന്നി. എന്തിനും മടിക്കാത്തവനാണിവൻ. ഇരുവരും ഹേമ കിടന്ന റൂമിലെത്തി. ഒരു വശം ചെരിഞ്ഞ് തളർന്നു കിടക്കുകയാണവൾ. ശരീരത്ത് അവിടെ രക്തം പൊടിഞ്ഞു നിൽക്കുന്നു. ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെ മകൾക്ക് ഇതാണ് ഗതികേടെങ്കിൽ പാവപ്പെട്ട പിള്ളേരുടെ കാര്യം പറയാനുണ്ടോ? പറഞ്ഞുകൊണ്ട് വിക്ടർ അവളെ നേരെ കിടത്തി. പിന്നെ തലയിണ കയ്യിലെടുത്തു. ഗുഡ് ബൈ ഹേമേ. പെട്ടെന്ന് അവളുടെ മുഖത്ത് അയാൾ തലയിണ അമർത്തിപ്പിടിച്ചു. ഹേമ ദുർബലമായി പിടഞ്ഞു. അലക്സാണ്ടർ കണ്ണുകൾ ഇറുക്കി അടച്ചു. നിമിഷങ്ങൾ. ഹേമയുടെ ചലനം പൂർണ്ണമായും നിലച്ചു കഴിഞ്ഞപ്പോൾ വിക്ടർ തലയിണ വലിച്ചെറിഞ്ഞു. അനന്തരം കീശയിൽ നിന്ന് അല്പം മയക്കുമരുന്നെടുത്ത് നാവിൽ വെച്ചു. കമോൺ, നമ്മുടെ ജോലി കഴിഞ്ഞു. ഇരുവരും പുറത്തു വന്നു. യമഹയിൽ കയറി നേരെ മാർഗം വിട്ട് മറ്റൊരു പാതയിലൂടെ ഓടിച്ചു പോയി. ഇനി അലക്സാണ്ടറെ കാത്തു നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് വിജയന് തോന്നി. വിശപ്പും ദാഹവും അയാളെ തളർത്തി. തൊട്ടരികിൽ ഒരു ഓട്ടോ വന്നു നിന്നു. അയാൾ തല തിരിച്ചു നോക്കി. രാവിലെ തങ്ങളെ കൊണ്ടുപോയ ഡ്രൈവർ. എന്താണ് സാർ ഇവിടെ നിൽക്കുന്നത്? അത് അയാളൊന്ന് പരിങ്ങി. അവിടേക്ക് പോകണമെങ്കിൽ കയറിക്കോളൂ. ഒന്ന് മടിച്ചെങ്കിലും വിജയൻ അതിൽ കയറി. ഓട്ടോ അകന്നു പോകുന്നത് കുറേ അകലെ നിന്ന് വിക്ടറും അലക്സാണ്ടറും കാണുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് കാർ അവിടെ വന്നു നിന്നു. അതിൻ്റെ പിൻസീറ്റിൽ നിന്നും SP സത്യനാരായണൻ തല പുറത്തേക്ക് നീട്ടി. ഡാഡി, വിക്ടർ സ്വരം താഴ്ത്തി പറഞ്ഞു. നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്? വെറുതെ, ഇവൻ 2 ജീൻസ് എടുക്കാൻ വന്നതാ. അദ്ദേഹം കനിപ്പിച്ചൊന്ന് മൂളി. ആ, പിന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു വിജയനുണ്ടല്ലോ, അവനെ കണ്ടോ? ഇല്ല. എന്താ ഡാഡി? അവനും ആഭ്യന്തരമന്ത്രിയുടെ മകളും കൂടി രാവിലെ ഒന്നിച്ചു പോകുന്നത് കണ്ടവരുണ്ട്. പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അവർ സ്ഥിരമായി ഒന്നിച്ചു പോകുന്നത് പലരും കണ്ടിട്ടുണ്ട്. SP-യുടെ കാർ മുന്നോട്ട് നീങ്ങി. അതിന് പിന്നാലെ ഒരു പോലീസ് ജീപ്പും പാഞ്ഞുപോയി. നമ്മൾ വിജയിച്ചു വരുന്നുണ്ട്, വിക്ടർ സന്തോഷത്തോടെ പറഞ്ഞു. ആ കെട്ടിടത്തിന് മുന്നിൽ ഓട്ടോറിക്ഷ നിന്നു. വാതിൽ തുറന്ന് കിടക്കുന്നത് വിജയൻ കണ്ടു. അയാളുടെ നെറ്റി ചുളിഞ്ഞു. പിന്നെ ആശ്വസിച്ചു. താൻ ഇത്രയും വൈകിയത് കൊണ്ട് ഹേമ വാതിൽ തുറന്നതായിരിക്കും. അവളോട് പണം വാങ്ങി ഓട്ടോയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അയാൾ അകത്ത് കയറി. ചില നിമിഷങ്ങൾ. ഹേമേ, വിജയൻ്റെ അലറിക്കരച്ചിൽ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ കേട്ടു. അതേ സെക്കൻഡിൽ ഒരു കാറും പോലീസ് ജീപ്പും ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ വന്ന് നിൽക്കുകയും ചെയ്തു. വിജയൻ്റെ നിലവിളി ശ്രദ്ധിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങിയ SP സത്യനാരായണൻ അകത്തേക്ക് ചെന്നു.
പിന്നാലെ SIയും പോലീസുകാരും. താൻ ഇവിടെ തന്നെ ഉണ്ടാവണം, SI ഓട്ടോ ഡ്രൈവറോട് കൽപ്പിച്ചു. ശരി സാർ. അകത്തെ മുറിയിൽ ഹേമയുടെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന വിജയനെയാണ് ഏവരും കണ്ടത്. ബ്ലഡി റാസ്കൽ! SP വിജയന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഉയർത്തി. ഹേമയുടെ ശരീരത്തിലെ ചോര അയാളുടെ ഷർട്ടിലും മുണ്ടിലും പടർന്നിരുന്നു. നീ ആഭ്യന്തരമന്ത്രിയുടെ മോളെ കൊന്നു അല്ലേടാ? ഇല്ല സാർ, ഞാനല്ല ഇത് ചെയ്തത്. വിജയൻ തൊഴുതുകൊണ്ട് തേങ്ങിക്കരഞ്ഞു. പിന്നാരാ? ഞങ്ങളാണോടാ? എനിക്കറിയില്ല സാർ. ബാസ്റ്റാർഡ്! SP അയാളുടെ മുഖമടച്ചൊന്ന് കൊടുത്തു. സാർ! അയാളുടെ മൂക്കിൽ നിന്ന് ചോരത്തുള്ളികൾ ചിതറി. ഒരടി കൂടി കൊടുത്തിട്ട് SP വിജയനെ SIയുടെ നേർക്കു തള്ളി. കിട്ടിയപാടെ SIയും രണ്ടു പൂശി. പിന്നെ പോലീസുകാർക്കിടയിലേക്ക്. ജീപ്പ് പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ വാർത്തയെങ്ങും പരന്നു. ആഭ്യന്തരമന്ത്രിയുടെ മകളെ റേപ്പ് ചെയ്തു കൊന്നു. TV-ക്കാരും പത്രക്കാരുമൊക്കെ പാഞ്ഞെത്തി. ആഭ്യന്തരമന്ത്രിയുടെ കാറും ആ വീടിന് മുന്നിൽ വന്നു നിന്നു. അപ്പോൾ അവിടെ വാഹനങ്ങളുടെ പ്രളയമായിരുന്നു. മകളുടെ മൃതദേഹത്തിലേക്ക് നോക്കി നിന്ന് മന്ത്രി ബാലഗംഗാധരൻ വിങ്ങിപ്പൊട്ടി. യാതൊന്നും അറിയാത്ത ഭാവത്തിൽ വിക്ടറും അലക്സാണ്ടറും അവിടെ വന്ന് എല്ലാം നോക്കിക്കണ്ടു. ഈ വീട് ആരുടേതാണ്? അവിടെ കൂടിയ ജനത്തെ നോക്കി SP തിരക്കി. ഉടമസ്ഥർ വിദേശത്താണ് സാർ. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ പത്തനംതിട്ടയിലുള്ള ഒരു ബന്ധു വരും, വീട് വൃത്തിയാക്കാനും തേങ്ങ വെട്ടിക്കാനും മറ്റും. അടുത്ത ദിവസങ്ങളിലെങ്ങാനും അയാൾ ഇവിടെ വന്നിരുന്നോ? ഇല്ല സാർ. കൊലയാളി കള്ളത്തോക്കലുണ്ടാക്കി വീട് തുറന്നതാണെന്നും മനഃപൂർവ്വം കൊലപാതകത്തിനായി ഈ വീട് തിരഞ്ഞെടുത്തതാണെന്നും പോലീസ് വിധി എഴുതി. പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? സ്വരം താഴ്ത്തി അലക്സാണ്ടർ വിക്ടറോട് സംസാരിച്ചു. നത്തിങ്. ഡോക്ടർ നമ്മുടെ സ്വന്തം ആളാണ്. വല്ലപ്പോഴും പുള്ളിക്കാരന് കിളികളെ സപ്ലൈ ചെയ്യുന്നത് ഞാനാകുമ്പോൾ അയാൾ എനിക്കെതിരെ റിപ്പോർട്ട് എഴുതുമോ? അലക്സാണ്ടർക്ക് ആശ്വാസം തോന്നി. പ്രേതം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോലീസ് സ്റ്റേഷൻ. SPയും SIയും മറ്റും തിരികെ എത്തി. ലോക്കപ്പിന് പുറത്ത് ഒരു കസേരയിലിരുന്നിട്ട് SP പറഞ്ഞു. അവനെ ഇറക്കിക്കൊണ്ടുവാ. ഒരു കോൺസ്റ്റബിൾ വിജയനെ പുറത്തിറക്കി. SP അവനെ ആകമാനം ഒന്ന് നോക്കി. നിന്റെ പേരെന്താടാ? വിജയൻ. പെൺകുട്ടിയുടെ ക്ലാസ്മേറ്റ് ആണോ? അതെ സാർ. നിങ്ങൾ തമ്മിൽ കമ്പനിയായിട്ട് എത്ര കാലമായി? 2 വർഷം. നായിൻ്റെ മോനെ, എന്നിട്ട് എന്തിനാടാ അവളെ കൊന്നത്? സത്യമായിട്ടും ഞാൻ കൊന്നിട്ടില്ല സാർ. പിന്നെ ഞങ്ങൾ നിന്നെ അവിടെ വെച്ച് പിടിച്ചത് വെറുതെയാണോടാ? വിജയൻ ശബ്ദിച്ചില്ല. നാവിറങ്ങിപ്പോയോടാ. ഉണ്ടായത് എന്താണെന്ന് ഞാൻ പറയാം. ദയവായി സാർ അത് വിശ്വസിക്കണം. ഈ സംഭവത്തിൽ ഞാൻ നിരപരാധിയാണ്. അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കാം. നീ കാര്യം പറയടാ. ഹോട്ടൽ ത്രില്ലിൽ അരങ്ങേറിയത് മുതലുള്ള സംഭവം യാതൊരു വ്യത്യാസവും കൂടാതെ വിജയൻ പറഞ്ഞു കേൾപ്പിച്ചു. SPയുടെ നെറ്റി ചുളിഞ്ഞു. അപ്പോൾ എൻ്റെ മോനാണോടാ അവളെ കൊന്നത്? അറിയില്ല സാർ. SP ചാടി എഴുന്നേറ്റു. വിജയൻ്റെ അടിവയറ്റിൽ കാൽമുട്ടുകൊണ്ട് ഇടിയേറ്റു. അവൻ മുന്നോട്ട് കുഞ്ഞപ്പോൾ പുറത്ത് അടികിട്ടി. പന്ത് തട്ടുന്നത് പോലെ അദ്ദേഹം അവനെ ഇടിച്ചു. അവസാനം ഒരു പഴംതുണി കഷ്ണം പോലെ വിജയൻ തറയിൽ വീണ് ചുരുണ്ടുകൂടി. ഇഡിയറ്റ്! SP പല്ല് കടിച്ചു. ആ ഓട്ടോ ഡ്രൈവറെ കൊണ്ടുവാ. നിമിഷങ്ങൾക്കുള്ളിൽ ഓട്ടോ ഡ്രൈവർ SPയുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. അയാളുടെയും ഓട്ടോയുടെയും പേര് SP ചോദിച്ചു മനസ്സിലാക്കി. ഇവൻ ആ പെണ്ണിനെയും കൊണ്ട് തൻ്റെ ഓട്ടോയിലാണ് അവിടെ പോയത്? അതെ സാർ. അവരെ കൂടാതെ മറ്റാരുണ്ടായിരുന്നു? ആരുമില്ല സാർ. ശരീരവേദന കടിച്ചൊതുക്കിക്കൊണ്ട് വിജയൻ തലത്തിരിച്ച് ഡ്രൈവറെ നോക്കി. അയാൾ അത് കണ്ടില്ലെന്ന് നടിച്ചു. അവിടെ എത്തിയിട്ട് ഇവൻ നിന്നോട് എന്ത് പറഞ്ഞു? ഉച്ച കഴിയുമ്പോൾ തിരിച്ചു പോരുവാൻ വേണ്ടി ഞാൻ ചെല്ലണമെന്ന്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ്. താൻ പോയിക്കോ. എപ്പോൾ വിളിച്ചാലും വരണം. വരാം സാർ. ഡ്രൈവർ ഇറങ്ങിപ്പോയി. അയാളുടെ കീശയിൽ വിക്ടർ കൊടുത്ത ചുളിവ് മാറാത്ത 500-ൻ്റെ ഒരു നോട്ട് കിടപ്പുണ്ടായിരുന്നു. കൃഷ്ണകുമാർ SP SIയെ നോക്കി. സാർ, വിക്ടറയെ അലക്സാണ്ടറയെ ഇവിടേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യണം. ഇവൻ്റെ മുന്നിൽ വെച്ച് തന്നെ. സാർ, ഇവൻ കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ സമ്മതിപ്പിക്കാം സാർ. ഓക്കെ. SP എണീറ്റ് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. വിജയനെ ഒന്ന് കൂടി നോക്കിയിട്ട് പുറത്തേക്ക് പോയി. പോലീസ് സ്റ്റേഷന് പുറത്ത് 1-2 വാഹനങ്ങൾ വന്നു നിന്നു. പത്രപ്രതിനിധികളും TV ചാനൽക്കാരും. കൊലയാളിയുടെ ഫോട്ടോ എടുക്കാനാണ് അവർ വന്നത്. വിജയൻ കൈകൾ കൊണ്ട് മുഖം മറച്ചു. ഫാ റാസ്കൽ, കൈമാറ്റടാ. ഒരു ചവിട്ട് കൊടുത്തുകൊണ്ട് SI കൽപ്പിച്ചു. ഈ നിമിഷം ഞാൻ മരിച്ചു പോയെങ്കിലെന്ന് വിജയൻ ആഗ്രഹിച്ചു പോയി. അവൻ്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് അവർ മടങ്ങി. വളരെ വൈകിയാണ് വിജയൻ്റെ വീട്ടിൽ വിവരങ്ങൾ അറിഞ്ഞത്. സരിതയും സിന്ധുവും നെഞ്ചത്തടിച്ച് കരഞ്ഞു. അയൽക്കാർ പുച്ഛത്തോടെ നോക്കി നിന്നു. വിജയൻ മിടുക്കനായി പഠിക്കുന്നതിലും പെൺകുട്ടികൾക്ക് 2 പേർക്ക് ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയതിനാലും നേരത്തെ തന്നെ ആൾക്കാർക്ക് അവരുടെ അസൂയയായിരുന്നു. നമുക്ക് അമ്മയെ വിവരം അറിയിക്കണം. അവർ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായി. വിജയേട്ടൻ തങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നേരം അവർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നേരം സന്ധ്യയാകാറായി. ശങ്കറിന് സ്വബോധം വീണ്ടും കിട്ടിയിരുന്നില്ല. ഒരു ഇഞ്ചക്ഷൻ കൂടി നൽകാൻ 1500 രൂപ കെട്ടിവയ്ക്കാൻ മാധവിയോട് പറഞ്ഞിട്ട് ഡോക്ടർ പോയതേയുള്ളൂ. പെൺമക്കളെ കണ്ടപ്പോൾ മാധവി തിരക്കി. വിജയൻ എന്തിയെ? മറുപടി അവരുടെ പൊട്ടിക്കരച്ചിലായിരുന്നു. എന്താ മക്കളെ? അമ്മച്ചി, ചേട്ടൻ അവനെന്ത് പറ്റി? ചേട്ടൻ മന്ത്രിയുടെ മോളെ കൊന്നു. എൻ്റെ എടുത്തിട്ട ഭഗവതി. മാധവി പിന്നോട്ട് മറിഞ്ഞു. പെൺകുട്ടികൾ അവരെ താങ്ങി.
വിക്ടറും അലക്സാണ്ടറും സ്റ്റേഷനിലെത്തി. ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ അവരെ സ്വീകരിച്ചിരുത്തി. ഡാഡി പറഞ്ഞു ഇവിടെ വരണമെന്ന്. വിക്ടർ പറഞ്ഞു. ശരിയാ, ആ വിജയന് നിങ്ങളെ സംശയം. അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, വിക്ടർ ചിരിച്ചു. അവനെ കൊണ്ടുവാ. SI ഒരു കോൺസ്റ്റബിളിനെ നോക്കി. അയാൾ ചെന്ന് ലോക്കപ്പ് തുറന്നു. ഒരു മൂലയിൽ തളർന്നിരിക്കുകയായിരുന്നു വിജയൻ. ഇങ്ങോട്ടിറങ്ങി വാടാ. വിജയൻ സാവധാനം എണീറ്റു. അവന് നടക്കുവാൻ നന്നേ പ്രയാസം തോന്നി. വേഗം വാടാ. വാതിൽക്കലെത്തിയ വിജയൻ്റെ പിടലിക്ക് പിടിച്ച് അയാൾ മുന്നോട്ട് തള്ളി. SIയുടെ മുന്നിലാണ് വിജയൻ ചെന്ന് നിന്നത്. ബാലൻസ് തെറ്റി വീഴാതിരിക്കാൻ അവൻ മേശയിൽ പിടിമുറുക്കി. നായിൻ്റെ മോനെ, പോലീസ് സ്റ്റേഷനിലാണോടാ കസർത്ത് കാണിക്കുന്നത്? ചോദിച്ചതും SI കൈയും കൊണ്ട് അവൻ്റെ അടിവയറ്റിൽ കുത്തി. എൻ്റെ അമ്മച്ചിയെ അടയ്ക്കട റാസ്കൾ വായ്. വിജയൻ്റെ കണ്ണുകൾ അലക്സാണ്ടർ മുഖത്ത് പതിഞ്ഞു. അയാളുടെ നോട്ടത്തെ നേരിടാനാവാതെ അലക്സാണ്ടർ മുഖം തിരിച്ചു കളഞ്ഞു. വിക്ടർ ഇവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു, നേരാണോ? SI തിരക്കി. ഞാനോ? വിക്ടർ ചിരിച്ചു. ഇവനെ പോലെ അത്താഴം കഴിക്കാൻ മാർഗമില്ലാത്തവനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? വിക്ടർ, വിജയൻ ദയനീയമായി വിളിച്ചു. എനിക്കിപ്പോൾ മനസ്സിലായി ഇൻസ്പെക്ടർ. എൻ്റെ ഡാഡി SP ആയതുകൊണ്ട് ഞാൻ കൂടി അകപ്പെട്ട കേസാണിതെന്ന് വരുത്തി തീർത്താൽ രക്ഷപ്പെടാമെന്ന് ഇവൻ കരുതി കാണും. അത് ശരിയാ, അലക്സാണ്ടറും പറഞ്ഞു. തീർന്നില്ല, SI കൃഷ്ണകുമാർ തുടർന്നു. അലക്സാണ്ടറാണ് ഇവനെയും ആ പെൺകുട്ടിയെയും കൊലപാതകം നടന്ന കെട്ടിടത്തിൽ കൊണ്ടുപോയതെന്നും ഇവൻ പറഞ്ഞു. അലക്സാണ്ടർ അമ്പരപ്പ് ഭാവിച്ചു. ഞാൻ ഇന്നിവനെ കാണുന്നത് തന്നെ ഇപ്പോഴാണ്. അലക്സാണ്ടർ. അത്രയുമായപ്പോഴും വിജയൻ്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരുന്നു. ഉള്ള ശക്തി സംഭരിച്ച് വിജയൻ അയാളോടടുത്തു. അലക്സാണ്ടറുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. എടാ, നീയെല്ലാം ചേർന്ന് എന്നെ നശിപ്പിച്ചല്ലേ? ആ പെൺകുട്ടിയെ കൊന്നില്ലേ? പറയടർ, പറയാൻ. ഞങ്ങൾ എന്ത് ദ്രോഹമാണ് നിന്നോടൊക്കെ ചെയ്തത്? അയാളുടെ പിടിപിടിവിക്കാൻ അലക്സാണ്ടർ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. SI ചാടി എണീറ്റു ഒറ്റയടി. 3 തവണ വട്ടം കറങ്ങി വിജയൻ തറയിൽ വീണു. വിക്ടർ പൊട്ടിച്ചിരിച്ചു. രാത്രി അസ്ഥിയിൽ തുളഞ്ഞു കയറുന്ന തണുപ്പ്. അണ്ടർവെയർ മാത്രം ധരിച്ചുകൊണ്ട് ലോക്കപ്പിൻ്റെ മൂലയിൽ ചാരിയിരിക്കുകയാണ് വിജയൻ. രാവിലെ ഒരു കാലി ചായ മാത്രം കഴിച്ചതാണ്. പിന്നീട് പച്ചവെള്ളം പോലും നാക്കിൽ സ്പർശിച്ചിട്ടില്ല. SI കൃഷ്ണകുമാർ ഏതു നിമിഷവും കടന്നു വരുമെന്നും തന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുമെന്നും അവന് വിജയൻ അറിയാം. ഈ അവസരത്തിൽ SI കൃഷ്ണകുമാർ അലക്സാണ്ടറുടെ റബ്ബർ തോട്ടത്തിനുള്ള കെട്ടിടത്തിലായിരുന്നു. വിക്ടറും അലക്സാണ്ടറും അയാളോടൊപ്പം മദ്യപിച്ച് നൃത്തമാടി. മാത്രമല്ല, ഈ രാത്രിയിൽ തന്നെ വിജയനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുമെന്നും അയാൾ അവർക്ക് വാക്കുകൊടുത്തു. 11 മണിയോടടുത്ത് നേരത്താണ് അവർ അവിടെ നിന്നും പിരിഞ്ഞത്. വിശപ്പും ദാഹവും കൊണ്ട് വിജയൻ തളർന്നു പോയി. ഒരു വിധാന വാതിൽക്കലേക്ക് നടന്നു ചെന്ന് ലോക്കപ്പിൻ്റെ അഴികളിൽ പിടിച്ചുകൊണ്ട് അയാൾ ഒരു പോലീസുകാരനെ വിളിച്ചു. സാർ. എന്താടാ? കടിച്ചു കീറുന്നത് പോലെയുള്ള സ്വരം. ഇത്തിരി വെള്ളം തരാമോ? മോനെ, മര്യാദയ്ക്ക് ഇരുന്നോണം, അല്ലെങ്കിൽ തൊഴിച്ച് തീ കാച്ചി കളയുന്നേ. ഈ തെറിവിളി കേൾക്കുന്നതിലും ഭേദം എല്ലാം സഹിക്കുകയാണെന്ന് വിജയന് തോന്നി. തിരികെ ലോക്കപ്പിൻ്റെ മൂലയിലേക്ക് നടക്കുമ്പോൾ അയാളുടെ കാലുകൾ വേച്ചുപോയി. ഭിത്തിയിൽ ചാരിയിരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഹേമയുടെ മുഖം തെളിഞ്ഞു വന്നു. പാവം, വിക്ടറോ അലക്സാണ്ടറോ അവളെ കൊന്നത്? തൻ്റെ ഹൃദയം പറഞ്ഞു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ വന്ന പെണ്ണ്. സ്നേഹമുള്ളവളായിരുന്നു അവൾ. താൻ നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അവൾ 50,000 രൂപ തന്നേനെ. അലക്സാണ്ടർ നിർദ്ദേശം അനുസരിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. ഏതായാലും വിക്ടർക്കും അലക്സാണ്ടർക്കും ഹേമയുടെ ഘാതകനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. തന്നെ കുടുക്കിലാക്കുന്നതിന് വേണ്ടി ആ ഓട്ടോ ഡ്രൈവർ പോലും മൊഴി നൽകിയിരിക്കുന്നു. ഇവരിൽ ആരെയെങ്കിലും വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ സത്യാവസ്ഥ തെളിയാവുന്നതേയുള്ളൂ. ഇടയ്ക്ക് വിജയൻ അച്ഛനെക്കുറിച്ച് ഓർത്തു. അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയോ എന്തോ. ഈ മകനെക്കുറിച്ചറിയുമ്പോൾ അമ്മയും ഹൃദയം പിടഞ്ഞു മരിക്കും. വിജയന് തോന്നി താൻ മരിക്കുവാൻ പോവുകയാണെന്ന്. കാരണം എല്ലാവരെക്കുറിച്ചും അയാൾ ഓർക്കുന്നു. മനസ്സിൽ മരണത്തെക്കുറിച്ച് മാത്രമുള്ള ചിന്തകൾ തെളിഞ്ഞു വരികയാണ്. പുറത്ത് ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം വിജയൻ കാതോർത്തു. അടുത്തു വരുന്ന കാലടികൾ. വേച്ച് നടന്നു വരുന്ന SI കൃഷ്ണകുമാറിൻ്റെ രൂപം അയാൾ കണ്ടു. എടോ ശേഖരപ്പിള്ളേ, SI കുഴഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. സാർ. ഹെഡ് കോൺസ്റ്റബിൾ ഉറക്കച്ചടവോടെ എണീറ്റു. ആ കുത്തിച്ചുമാൻ കൊലക്കുറ്റയേറ്റോ? ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല സാർ. അങ്ങ് വന്നിട്ടാകാമെന്ന് വിചാരിച്ചു. കൃഷ്ണകുമാർ വല്ലാതെ ഒന്ന് ചിരിച്ചു. എന്നാൽ ഇനിയിപ്പോൾ വച്ച് താമസിപ്പിക്കണ്ട, തുടങ്ങിക്കള. അയാൾ ഒരു കസേര വലിച്ചിട്ടിരുന്നു. എടോ, ഈ സർക്കാരിൻ്റെ കാലത്തെ നമ്മൾക്ക് മനസ്സുഖത്തോടെ ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ കഴിയൂ. പ്രതിപക്ഷക്കാർ ഭരണപക്ഷത്തായാൽ പിന്നെ നടക്കില്ല, തൊപ്പിപ്പോകും. താൻ പറഞ്ഞതിൻ്റെ സുഖമോർത്ത് അയാൾ സ്വയം ചിരിച്ചു. ഈ സർക്കാർ ഇരിക്കുകയാണെങ്കിൽ 10 പേരെ ഉരുട്ടിക്കൊന്നവനെയായാലും DGP ആക്കി കുടിയിരുത്തിക്കോളും. ഹെഡ് കോൺസ്റ്റബിൾ ശേഖരപിള്ള വാച്ച് അഴിച്ച് മേശപ്പുറത്ത് വെച്ചു. 45-കാരനാണ് അയാൾ. നല്ല ഒത്ത ശരീരം. ഇടിയൻ പിള്ള എന്ന ഓമന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. പിള്ളയോടൊപ്പം ചോദ്യം ചെയ്യൽ കർമ്മത്തിന് മറ്റു 2 പോലീസുകാർ കൂടി തയ്യാറായി. ഒരാൾ അപ്പുറത്ത് പോയി ഒരു പ്ലാസ്റ്റിക് സഞ്ചി എടുത്തുകൊണ്ടുവന്ന് അവിടെ വെച്ചു. മോനെ വിജയ, അങ്ങോട്ട് ഇറങ്ങി വന്നേ. ലോക്കപ്പ് തുറന്നിട്ട് ശേഖരപിള്ള വിളിച്ചു. തൻ്റെ അന്ത്യം വിജയൻ മുന്നിൽ കണ്ടു. അയാളുടെ മനസ്സിൽ പ്രിയപ്പെട്ടവരുടെ എല്ലാ മുഖങ്ങൾ ഒന്നുകൂടി തെളിഞ്ഞു വന്നു. ഗുഡ് ബൈ, വിജയൻ മനസ്സിൽ പറഞ്ഞു. ഇങ്ങോട്ടിറങ്ങി വാടാ നായൻ്റെ മോനെ.
പുറത്തേക്ക് വരാൻ വൈകിയ വിജയൻ്റെ കയ്യിൽ പിടിച്ച് ശേഖരപ്പിള്ള വലിച്ചു കൊണ്ടുപോയി. എൻ്റെ പൊന്നു സാറേ, ഇനി എന്നെ തല്ലരുത്, ഞാൻ ചത്തുപോകും. SIയുടെ മുന്നിൽ കൈകൾ കൂപ്പി നിന്ന വിജയൻ കേണു. ചാകുന്നെങ്കിൽ ചാകട്ടടാ, ഭൂമിക്ക് അത്രയും ഭാരം കുറഞ്ഞല്ലോ. SI HCയെ കണ്ണു കാണിച്ചു. അയാൾ വിജയൻ്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തി. എപ്പോഴും പുതിയ മർദ്ദനമുറകളാണ് എനിക്കിഷ്ടം. ഇത് പറഞ്ഞിട്ട് അയാൾ കൈപ്പത്തി ലംബമായി പിടിച്ച് അയാളുടെ കഴുത്തിൽ ഊക്കോടെ ഒരു വെട്ടുകൊടുത്തു. തൻ്റെ അന്നനാളം തകർന്നു പോയതുപോലെ വിജയന് തോന്നി. ശ്വാസം കിട്ടാതെ അയാൾ പിടഞ്ഞു. പറയടാ. ശേഖരപിള്ള അയാളുടെ മുടിയിൽ പിടിച്ച് വീണ്ടും നേരെ നിർത്തി. ആരാ ആ പെൺകൊച്ചിനെ കൊന്നത്? സത്യമായിട്ട് എനിക്ക് മനസ്സറിവൊന്നുമില്ല സാറേ. അത് ശരി, കാര്യമായിട്ട് അവളെ നീ കൈകാര്യം ചെയ്തു അല്ലേടാ മോനെ? അനാവശ്യമായി ഞാൻ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ട് കൂടിയില്ല സാറേ. അനാവശ്യമല്ലല്ലോ ഇതൊക്കെ, ആവശ്യമല്ലേ? ചോദ്യവും രണ്ടാമത്തെ അടിയും ഒന്നിച്ച്. എൻ്റെ അമ്മോ! ഇത്തവണ വിജയൻ തറയിൽ വീണുപോയി. കൊണ്ടുവാ. SI പോലീസുകാരെ കൈ കാണിച്ചു. പ്ലാസ്റ്റിക് കവറിൽ നിന്നും കുറെ മുളക് പൊടിയും എടുത്തുകൊണ്ട് പോലീസുകാർ മുന്നോട്ടെടുത്തു. അയാൾ വിജയൻ്റെ അണ്ടർവെയർ വലിച്ചൂരിക്കളഞ്ഞിട്ട് ലിംഗത്തിൽ മുളക് പൊടി വിതറി. നീറിപ്പുകച്ചിൽ കൊണ്ട് വിജയൻ അലറി. അടക്കണവായി. SI ചാടി എഴുന്നിട്ട് അയാളുടെ നെഞ്ചിൽ ഊക്കോടെ ചവിട്ടി. സാർ. പുഴുവിനെ പോലെ തറയിൽ കിടന്ന് പിടയുകയാണ് വിജയൻ. ആഭ്യന്തരമന്ത്രിയുടെ മകളെ കൊന്നത് ആരാടാ? ഞാൻ തന്നെയാണ് സാർ. അവസാനം വിജയൻ സമ്മതിച്ചു പോയി. ഇത് നിനക്ക് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോടാ? SIയും പോലീസുകാരും വിജയഭാവത്തിൽ പൊട്ടിച്ചിരിക്കുമ്പോൾ വിജയൻ മരണപരാക്രമങ്ങൾ കാട്ടുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിലെല്ലാം ആഭ്യന്തരമന്ത്രിയുടെ മകളുടെ മരണവാർത്തയുണ്ടായിരുന്നു. ഒപ്പം കൊലയാളി വിജയൻ്റെ ഫോട്ടോയും. തങ്ങളുടെ ഭാവനയ്ക്കൊത്ത് ഓരോ പത്രക്കാരും നിറപിടിപ്പിച്ച കഥകൾ എഴുതി ചേർത്തു. വിജയൻ അവളെ സ്നേഹിക്കുന്നതായി അഭിനയിച്ചിട്ട് പലർക്കും വിൽക്കാനായിരുന്നു പരിപാടി. അങ്ങനെയാണ് ആ കെട്ടിടത്തിൽ കൊണ്ടുചെന്നതും. അവൾ സമ്മതിക്കാതെ വന്നപ്പോൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും കേരള ദേശം ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നു. ഹേമ ഗർഭിണിയായിരുന്നെന്ന് മറ്റൊരു പത്രം എഴുതി. തലേന്ന് രാത്രിയിലത്തെ TV ന്യൂസിലും വിജയൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഹേമയുടെ മൃതദേഹം രാത്രിയിൽ തന്നെ മന്ത്രിയുടെ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു. നാട്ടിലെ ഉന്നതന്മാരൊക്കെ ഹേമയെ ഒരു നോക്ക് കാണുവാൻ അവിടെ എത്തിക്കൊണ്ടിരുന്നു. രാവിലെ 9 മണിയായപ്പോൾ ഒരാൾ പോലീസ് സ്റ്റേഷനിലെത്തി. നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. SI വന്ന് ചേർന്നതേയുള്ളൂ. അയാൾ SIയുമായി സംസാരിച്ചു. സാർ, വിജയൻ്റെ അച്ഛൻ മരിച്ചു. മൃതദേഹമെങ്കിലും അവനൊന്ന് കാണിക്കണം. കൃഷ്ണകുമാർ ചിന്തിച്ചിരുന്നു. ഇന്ന് ഇവനെ കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് തിരികെ വരുമ്പോഴാകാം. രാഷ്ട്രീയക്കാരൻ സമ്മതിച്ചു. വിജയന് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ വക്കീലന്മാർ ഒന്നുമില്ലായിരുന്നു. അയാളെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവായി. തിരികെ പോരും വഴി പോലീസ് വാൻ വിജയൻ്റെ വീടിനരികിൽ നിന്നു. ഇറങ്ങടാ. വിലങ്ങണിഞ്ഞ വിജയനെ പോലീസുകാർ പുറത്തിറക്കി. വീടും പരിസരവും നിറഞ്ഞ് ആൾക്കാർ നിൽക്കുന്നത് അപ്പോഴാണ് അവൻ കാണുന്നത്. അച്ഛൻ മരിച്ച വിവരം പോലീസുകാർ അവനോട് പറഞ്ഞിരുന്നില്ല. എന്തോ സംഭവിച്ചിരിക്കുന്നു. വിജയൻ്റെ ഹൃദയം ധൃതിയിൽ മിടിച്ചു. അച്ഛൻ. പോലീസുകാർ അവനെ മൃതദേഹത്തിനരികിലേക്ക് നയിച്ചു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ അച്ഛൻ. തലയ്ക്കൽ കത്തുന്ന നിലവിളക്ക്. വിജയൻ വിതുമ്പി. ആൾക്കാർ അവനെ നോക്കി പിറുപിറുത്തു. മൃതദേഹത്തിനരികിൽ പ്രജ്ഞ നഷ്ടമായ 3 രൂപങ്ങൾ. അമ്മയും സരിതയും സിന്ധുവും. പെൺകുട്ടികളാണ് അയാളെ ആദ്യം നോക്കിയത്. ചേട്ടാ. അവർ പൊട്ടിക്കരഞ്ഞു. മാധവി തലയുയർത്തി. അമ്മയുടെ കണ്ണുകളിൽ അഗ്നി എരിയുന്നത് അയാൾ കണ്ടു. കടന്നു പോടാ. ആ അമ്മ പൊട്ടിത്തെറിച്ചു. നിനക്ക് ആരാ ഇവിടെയുള്ളത്? അമ്മേ, മിണ്ടരുത്. എനിക്ക് നിന്നെ കാണണ്ട. ഇത്തരം ഒരു മഹാപാപി എൻ്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ ദൈവമേ. അവൾ ശങ്കരൻ്റെ മൃതദേഹത്തിലേക്ക് വീണ്ടും വീണു. അമ്മേ, ഞാൻ കൊലയാളിയാകുവാൻ നിനക്ക് തോന്നിയല്ലോടാ. ആ പെങ്കൊച്ചു നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? കുനിഞ്ഞ ശിരസോടെ വിജയൻ പുറത്തേക്ക് നടന്നു. ആളുകൾ പുച്ഛഭാവത്തിൽ തന്നെ നോക്കുന്നത് അയാൾ അവഗണിച്ചു. വിജയൻ്റെ മനസ്സ് മറ്റെന്തോ ചിന്തിക്കുകയായിരുന്നു. തന്നെ കുറ്റവാളിയാക്കിയവരെ കണ്ടുപിടിക്കണം. അവരോട് കണക്ക് ചോദിക്കണം. ആ ചിന്ത മല പോലെ മനസ്സിൽ വളരാൻ തുടങ്ങി. ഒപ്പം തന്നെ ഇഞ്ചിഞ്ചായി ചാച്ച പോലീസുകാരോടുള്ള പകയും. സബ് ജയിൽ. വിജയൻ അവിടെ എത്തിയിട്ട് 2 ദിവസമാകുന്നു. അവിടെ അയാൾ മറ്റൊരു ലോകം കണ്ടു. കുറ്റവാളികളുടെ ലോകം. പലതരത്തിലുള്ളവരെ അയാൾ അവിടെ കണ്ടു. തെറ്റ് ചെയ്തിട്ട് ചങ്കൂറ്റത്തോടെ അത് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവർ. യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ പോലെ ചതിവ് പറ്റിയെത്തിയവർ. ഇനി പുറത്തിറങ്ങിയാൽ വീണ്ടും തെറ്റ് ചെയ്യുവാൻ കാത്തിരിക്കുന്നവർ. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഒരു വെളുത്ത അംബാസഡർ കാർ സബ് ജയിലിലെത്തി. തന്നെ ആരോ കാണാൻ വന്നിരിക്കുമെന്ന് ഗാർഡ് അറിയിച്ചതനുസരിച്ച് വിജയൻ പുറത്തേക്ക് നടന്നു. അവിടെ എത്തിയ അയാൾ ഒരു നിമിഷം സ്തബ്ധനായി. വിശ്വാസം വരാഞ്ഞ് വീണ്ടും വീണ്ടും നോക്കി. ശരിയാണ്, മുന്നിൽ ആഭ്യന്തരമന്ത്രി ബാലഗംഗാധരൻ. വിജയന് ജാമ്യം കിട്ടി. അലക്സാണ്ടർക്കും വിക്ടർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഫോണിലൂടെ വിവരം അറിയിച്ചിരുന്നത് SP സത്യനാരായണനാണ്, വിക്ടറുടെ അച്ഛൻ. അപ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? സംഗതി കുളമാകുന്ന ലക്ഷണമാണ്. അവൻ നമുക്കെതിരെ തിരിയുമെന്നും കള്ളികളൊക്കെ പുറത്താകുമെന്നും എൻ്റെ മനസ്സ് പറയുന്നു. വിക്ടർ ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് അലക്സാണ്ടറെ നോക്കി. കടുത്ത ചിന്തയിലായിരുന്നു അയാളും. വിജയനെ ഒതുക്കിയേ പറ്റൂ. ആർക്കും സംശയം തോന്നാത്ത രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്താലോ? എങ്ങനെ? ശരീരത്തിൽ ചതവുകളൊന്നും കൂടാതെ അവൻ്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊല്ലണം. പിന്നെ കെട്ടിത്തൂക്കാം. മാനഹാനി കാരണം അവൻ ആത്മഹത്യ ചെയ്തെന്നാകും.
അത് കൊള്ളാവുന്ന ആശയമാണെന്ന് വിക്ടർക്കും തോന്നി. അയാൾ കൂട്ടിച്ചേർത്തു, ഇത്തിരി മുറിവുകളും ചതവുകളും ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയായാൽ മതിയല്ലോ. ഹാമിയുടേതുപോലെ അല്ലേ? ആ, എത്രയും വേഗം ആ പദ്ധതി നടത്തുവാനുള്ള തിരക്കിലായി അവർ. ഉച്ചയ്ക്ക് SP സത്യനാരായണൻ വീട്ടിൽ വന്നപ്പോഴാണ് മറ്റൊന്നുകൂടി അവർ അറിഞ്ഞത്. ആഭ്യന്തരമന്ത്രി ബാലഗംഗാധരന്റെ നിർദ്ദേശാനുസരണമാണ് വിജയന് വേണ്ടി അഡ്വക്കേറ്റ് കോടതിയിൽ പോയതും ജാമ്യവാദം നടത്തിയതും. എങ്കിൽ ഇതിന് പിന്നിൽ മറ്റൊരു സത്യമുണ്ട്. വിജയനാണ് ഹേമയെ കൊന്നതെന്ന് മന്ത്രി വിശ്വസിക്കുന്നില്ല. വിക്ടർ തറപ്പിച്ചു പറഞ്ഞു. സൂക്ഷിച്ചേ പറ്റൂ. അലക്സാണ്ടർ എണീറ്റു. വൈകിട്ട് കാണാം. ഓക്കെ. തൻ്റെ വീടിൻ്റെ മുറ്റത്തിനരികിൽ വിജയൻ അല്പനേരം പരിങ്ങി നിന്നു. തെക്കുഭാഗത്ത് അച്ഛൻ്റെ കുഴിമാടം കാണാമായിരുന്നു. അമ്മയുടെയും സഹോദരിമാരുടെയും പ്രതികരണം ഏത് രൂപത്തിലായിരിക്കുമെന്ന് അയാൾക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അയാൾ മെല്ലെ മുറ്റത്തേക്ക് കയറി. വാതിൽ തുറന്നു കിടക്കുകയാണ്. വരാന്തയിൽ കയറും മുമ്പ് അമ്മയുടെ തളർന്ന മുഖം വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. നിൽക്കടാ അവിടെ. അമ്മേ. വിജയൻ ഞെട്ടിപ്പോയി. അതെ, അമ്മ തന്നെയാണ് പറയുന്നത്. നിന്റെ ആരാണ് ഇവിടെയുള്ളത്? അമ്മേ, ഞാൻ ഒരു കൊലയാളിക്ക് ഇവിടെ സ്ഥാനമില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല അമ്മേ. എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. അമ്മയുടെ പിന്നിൽ സരിതയും സിന്ധുവും. അവരും പുച്ഛഭാവത്തിൽ അയാളെ നോക്കി. എൻ്റെ പൊന്നുമോൻ, ഇവിടെ നിന്നും പോ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ദയവ് ചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത്. അമ്മ പറഞ്ഞത് കേട്ട് വിജയൻ ഒരു നിമിഷം മരവിച്ചു നിന്നു. പിന്നെ അവിടെ നിൽക്കണമെന്ന് അയാൾക്ക് തോന്നിയില്ല. അച്ഛൻ്റെ കുഴിമാടത്തിനരികിൽ പോയി ഒരു മിനിറ്റ് കണ്ണടച്ചു നിന്നു. അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കേ. അച്ഛൻ്റെ മകൻ ഒരു കൊലയാളിയല്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല അച്ഛാ. പിന്നിൽ ഒരു സീൽക്കാരൻ. വിജയൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പണം വിടർത്തി നിൽക്കുന്ന ഒരു കരിമൂർക്കൻ. കരിയിലകൾക്കിടയിൽ അതിൻ്റെ ശരീരം തിളങ്ങി. വിജയൻ 2 അടി ദൂരേക്ക് മാറി. പാമ്പിൻ്റെ തീ കണ്ണുകൾ. ഇത് തന്നെയാവുമോ അച്ഛനെയും കടിച്ചത്? അയാളെ നോക്കി അത് ഒന്നുകൂടി ചീറ്റി. പെട്ടെന്ന് വിജയൻ തിരിഞ്ഞു നടന്നു. അല്പം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പാമ്പ് പത്തി അടക്കുന്നതും കരിയിലകൾക്കിടയിലേക്ക് ഓടിയിടുന്നതും കണ്ടു. എവിടേക്ക് പോകണമെന്ന് വിജയൻ അറിയില്ല. ഏതായാലും ഇന്ന് ആഭ്യന്തരമന്ത്രിയെ കാണണം, ഹേമയുടെ അച്ഛനെ. കവലയിലേക്ക് നടക്കുമ്പോൾ പലരും അയാളെ നോക്കി പിറുപിറുത്തു. ഒന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുകയല്ലാതെ മാർഗമില്ലായിരുന്നു. കവലയിലെ ആൾത്തറയിൽ അല്പനേരം ഇരുന്നു. സമയം 4 മണി കഴിഞ്ഞു. തൊട്ടടുത്ത സ്കൂളിൽ മണി മുഴങ്ങി. സ്കൂൾ കുട്ടികൾ കൂട്ടം കൂട്ടമായി അതുവഴി വന്നു. കൊലയാളി, കൊലയാളി! അയാളെ അവർ കൂകി വിളിച്ചു. വിജയൻ പ്രതികരിച്ചില്ല. രാത്രി മന്ത്രിയുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ എതിരെ ഒരു കാർ വന്നു. അയാളുടെ തൊട്ടടുത്ത് അത് നിന്നു. വിജയൻ തിരിഞ്ഞു നോക്കി. 4-5 പേർ റോഡിലേക്ക് ഇറങ്ങുന്നു. മങ്ങിയ ഇരുട്ടിലും അവരിൽ 2 പേരെ അയാൾ തിരിച്ചറിഞ്ഞു. വിക്ടറും അലക്സാണ്ടറും. വിജയൻ പല്ലും ഞെരിച്ചു. മരിച്ചു കിടക്കുന്ന ഹേമയുടെ രൂപം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഞങ്ങൾ നിന്നെ തേടി തന്നെ വന്നതാ, അലക്സാണ്ടർ പറഞ്ഞു. അപ്പോഴേക്കും കൂടെയുള്ളവർ അയാളുടെ മേൽ ചാടി വീണു. വിജയനെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ അവനെ പിടിച്ചെടുത്ത് കാറിനുള്ളിലിട്ടു. പിന്നെ ഒരസ്ത്രം കണക്കെ കാർ പാഞ്ഞുപോയി. ഇവിടെ തൻ്റെ അന്ത്യമാണെന്ന് വിജയന് തോന്നി. അയാളെ ഒരു മുറിയിൽ അടച്ചിട്ട് വിക്ടറും അലക്സാണ്ടറും മദ്യസേവ നടത്തുകയാണ്. താക്കോൽ പഴുതിലൂടെ വിജയനെ എല്ലാം കാണാമായിരുന്നു. അയാൾ ചുറ്റും നോക്കി. രക്ഷപ്പെടാൻ യാതൊരു പഴുതും കാണുന്നില്ല. പെട്ടെന്ന് ആ ചെറിയ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ അയാളുടെ കണ്ണുകൾ പതിഞ്ഞു. മച്ചില്ലാത്ത ഓടുമേഞ്ഞ കെട്ടിടം. വിജയൻ മുറിയുടെ അകത്തു നിന്നും ഓടാമ്പലിട്ടു. വിജയൻ മുറിയിലുണ്ടായിരുന്ന മേശ ഭിത്തിക്കരിയിലേക്ക് നീക്കിയിട്ടു. പിന്നെ അതിനു മുകളിൽ കസേര എടുത്തു വെച്ചു. എന്നിട്ടും ഭിത്തിയിലെത്തുന്നില്ല. ഒരു ഭാഗ്യപരീക്ഷണം. കസേരയുടെ മുകളിൽ നിന്നുകൊണ്ട് സർവ്വശക്തിയും സംഭരിച്ച് അയാൾ മുകളിലേക്ക് കുതിച്ചു ചാടി. ഭാഗ്യം, ഭിത്തിയുടെ മുകളിൽ അയാൾക്ക് പിടികിട്ടി. പക്ഷേ അവിടെ നിന്നും കൈ ഉയർത്തി കഴുക്കോലിൽ പിടിക്കുവാൻ കഴിയുന്നില്ല. ഒരു കൈവിടുമ്പോൾ നിലം പതിച്ചാലോ? അളിയ, സമയം ഒരുപാടാകുന്നു. കാര്യമങ്ങ് തീർത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാം, അലക്സാണ്ടർ പറഞ്ഞു. ഓരോ പെഗ് കൂടി അകത്താക്കിയിട്ട് മതി. വിക്ടർ സംസാരിക്കുന്നത് വിജയൻ കേട്ടു. അപ്പോഴേക്കും ഒരു വിധേന അയാൾ കഴുക്കാൽ പിടിമുറുക്കിയിരുന്നു. അവസാന പെഗ്ഗു അകത്താക്കിയിട്ട് അവർ എണീറ്റു. വിക്ടർ കീശയിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്നു. പിന്നെ കാൽ കൊണ്ട് തള്ളി. തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ബലം പ്രയോഗിച്ചു നോക്കി. പട്ടി കഴിവറി അകത്തു നിന്നും കുറ്റിയിട്ടു. തുറക്കടാ വാതിൽ, അലക്സാണ്ടർ പൊഴുത്തെറി വിളിച്ചു. വേണ്ടെന്നേ. അവരുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ പിന്നോക്കം മാറി. അടുത്ത സെക്കൻഡിൽ മുന്നോട്ട് കുതിച്ചു വന്ന ഒറ്റ ചവിട്ട്. ഓടാമ്പൽ തകർത്തുകൊണ്ട് വാതിൽ പാളികൾ മലർക്കെ തുറന്നുപോയി. അവർ അകത്തേക്ക് പാഞ്ഞു കയറി. പക്ഷേ അവൻ രക്ഷപ്പെട്ടറാ. ഭിത്തിയോട് അടുപ്പിച്ചിട്ടിരിക്കുന്ന മേശയും കസേരയും ചൂണ്ടി അലക്സാണ്ടർ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും മേൽക്കൂരയിൽ ഇളക്കി മാറ്റിയിരിക്കുന്ന ഓടുകളും അവർ കണ്ടു കഴിഞ്ഞിരുന്നു. അധിക ദൂരം പോയിരിക്കില്ല അവൻ. വിടരുതവനെ, വിക്ടർ അലറി. ഏവരും പുറത്തേക്ക് പാഞ്ഞു. അകലെ റോഡിലൂടെ ഒരു രൂപ അകന്നു പോകുന്നത് നേരിയ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് കാണാമായിരുന്നു. അവൻ തന്നെയാണത്, വിക്ടർ കൈ ചൂണ്ടി. കമോൺ. അവർ വിജയൻ്റെ പിന്നാലെ കുതിച്ചു. വിക്ടർ കീശയിൽ നിന്നും ഒരു കൈത്തോക്ക് വലിച്ചെടുത്തു. ആ പട്ടിയെ ഇന്ന് ഞാൻ വെടിവെച്ച് കൊല്ലും. തൻ്റെ പിന്നാലെ ശത്രുക്കൾ കൊലവിളിയുമായി ഓടിയെടുക്കുന്നത് വിജയന് കാണാമായിരുന്നു. അയാളുടെ കാലുകൾക്ക് വേഗതയേറി. എന്നാൽ ശരീരം നിറയെ വേദനയായിരുന്നു. പോലീസുകാർ ഇടിച്ചു നിർക്കിയതിൻ്റെ വേദന. ഇടയ്ക്ക് ഒരു കല്ലിൽ തട്ടി വിജയൻ കമിഴ്ന്നു വീണു.
അവിടെ നിന്നും ചാടിയനറ്റ് വീണ്ടും ഓടി. എങ്ങനെയും ആഭ്യന്തരമന്ത്രിയെ കാണണമെന്ന ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു അയാൾ. അരമണിക്കൂറോളം ഓടിത്തളർന്നപ്പോൾ അങ്ങകലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെ വെളിച്ചം അയാൾ കണ്ടു. അയാളുടെ ലക്ഷ്യം വിക്ടർക്കും മറ്റും മനസ്സിലായി. അവനും മന്ത്രിയും കൂടി സംസാരിച്ചാൽ ആകെ കുഴയും. അത് പാടില്ല. അലക്സാണ്ടർ ശക്തിയായി കിതയ്ക്കുകയായിരുന്നു. തങ്ങൾ ഇത്രയും മദ്യപിച്ചതുകൊണ്ടാണ് അയാളെ പിടിക്കാൻ കഴിയാഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. വിജയൻ മന്ത്രിയുടെ ബംഗ്ലാവിന് മുന്നിലെത്തി. ഗേറ്റിൽ പിടിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വാച്ചർ അവിടെ എത്തി. വിജയനാണോ? അതെ. അയാൾ ഗേറ്റ് തുറന്നു. വിജയൻ അകത്തേക്ക് കയറി. അത് കണ്ടപ്പോൾ വിക്ടറും മറ്റും ഓട്ടം നിർത്തി. വാച്ചർ നമ്മളെ കാണാൻ പാടില്ല. വിജയൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അല്പനേരം കഴിഞ്ഞപ്പോൾ അകത്ത് ലൈറ്റ് തെളിഞ്ഞു. ഒപ്പം അടുത്തു വരുന്ന കാലടി ശബ്ദം. ആരാ? വിജയനാ. മന്ത്രി അദ്ദേഹത്തെ കാണണം. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ഒരു ജോലിക്കാരനായിരുന്നു അത്. കയറിയിരിക്കൂ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. വിജയൻ ആശ്വാസത്തോടെ അകത്ത് കയറി. അയാൾ വന്നുവെന്ന് അറിഞ്ഞതും മന്ത്രി ഉറക്കം മതിയാക്കി എണീറ്റ് വന്നു. അവനെവിടെ? വിസിറ്റിംഗ് റൂമിലുണ്ട് സാർ. മന്ത്രി വേഗം അവിടേക്ക് വന്നു. ഒരു ജനാലയ്ക്ക് പിന്നിലെ ഇരുട്ടിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു വിക്ടറും സുഹൃത്തുക്കളും. മന്ത്രി വിജയനുമായി സംസാരിക്കുകയാണ്. ഇനി രണ്ടിനെയും വെറുതെ വിട്ടുകൂടാ. അയാൾ സാവധാനം ജനാല തുറന്നിട്ട് കൈത്തോക്ക് ചൂണ്ടി. അവിടം നടുങ്ങുന്ന ഒരു വെടിവെച്ച. അമ്മേ! മന്ത്രിയുടെ മാറിൽ നിന്ന് ചോര ചീറ്റിത്തെറിച്ചു. വിജയൻ തിരിഞ്ഞു നോക്കി. കൊലയാളികളെ അയാൾ കണ്ടു. രണ്ടാമത് നിറയൊഴിക്കാൻ വിക്ടറിന് അവസരം കിട്ടിയില്ല. അയാൾ തോക്ക് അകത്തേക്ക് എറിഞ്ഞു. വിജയൻ അത് ചാടിപ്പിടിച്ചു. അതുതന്നെയായിരുന്നു വിക്ടറിൻ്റെ ലക്ഷ്യവും. കൈത്തോക്ക് പ്രയോഗിക്കാൻ അറിയില്ലെങ്കിലും വിജയൻ ജനാലയ്ക്ക് നേരെ അത് ചൂണ്ടി. എന്നാൽ കൊലയാളികൾ പലായനം ചെയ്തു കഴിഞ്ഞിരുന്നു. മന്ത്രിയുടെ ശരീരം ആടിയാടി തറയിൽ വീണു. വെടിശബ്ദം കേട്ട് അകത്തുനിന്ന് ഓടിയെത്തിയ ജോലിക്കാരനും പുറത്തുനിന്നെത്തിയ വാച്ചറും വിജയൻ്റെ കയ്യിലിരിക്കുന്ന കൈത്തോക്കും തറയിൽ മരിച്ചു കിടക്കുന്ന മന്ത്രിയെയും കണ്ടു. ഞാനല്ല. വിജയൻ്റെ ശബ്ദം പുറത്തു വന്നില്ല. അയാൾ മന്ത്രിയെ കൊന്നതായി അവർ കരുതി. ജോലിക്കാരൻ അകത്തേക്ക് വലിഞ്ഞു. ധൃതിയിൽ അയാൾ ഡയൽ ചെയ്തു. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇത് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ നിന്നാണ്. അപകടം വിജയൻ മുന്നിൽ കണ്ടു. അയാൾ വാച്ചർക്ക് നേരെ തോക്ക് ചൂണ്ടി. ആ വൃദ്ധൻ വിറച്ചുപോയി. മന്ത്രിയെ കൊന്നത് ഞാനല്ല. വാച്ചർ അതിന് മറുപടി പറഞ്ഞില്ല. വിജയൻ വാച്ചറുടെ നേരെ വന്നു. അയാൾ പിന്നോട്ട് മാറി. സിഗ്നൽ ലൈറ്റിട്ട് പാഞ്ഞു വന്ന ജീപ്പ് ഗേറ്റിന് മുന്നിൽ ബ്രേക്ക് ചെയ്തു. വാച്ചർ ഓടിച്ചെന്ന് അത് തുറന്നു കൊടുത്തു. അകത്ത് കടന്നു വന്ന ജീപ്പിൽ നിന്നും SI കൃഷ്ണകുമാർ ചാടിയിറങ്ങി. അടുത്ത ദിവസം തന്നെ ആഭ്യന്തരമന്ത്രിയുടെ മരണം പൊതുജനം അറിഞ്ഞു. കൊലയാളി വിജയനാണെന്നും വാച്ചറും ജോലിക്കാരനുമാണ് സാക്ഷികൾ. കൃത്യം നിർവഹിച്ചതിനു ശേഷം അയാൾ അവരെ തോക്കുകാട്ടി വിരട്ടിയിട്ടാണ് പോലും രക്ഷപ്പെട്ടത്. വിജയന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരക്കം പാഞ്ഞു. പലതവണ അയാളുടെ വീട് കയറി പരിശോധിച്ചു. ആ കെയർ ഓഫിൽ പെൺകുട്ടികളുടെ മാംസള ഭാഗങ്ങളിൽ പിടിച്ചു രസിച്ചു. കൂടാതെ ഒരു രാത്രി അന്വേഷണത്തിനെന്ന ഭാവത്തിൽ അവിടെ എത്തിയ പോലീസുകാർ ആ 2 പെൺകുട്ടികളുടെയും അടിവസ്ത്രങ്ങൾ വരെ വലിച്ചഴിച്ച ശേഷം രാവിലെയാണ് തിരികെ പോയത്. പാവം അമ്മയ്ക്ക് പോലും ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. വിജയനെക്കുറിച്ച് മാത്രം ആർക്കും അറിയില്ല. അയാൾ കേരളം വിട്ടുപോയോ? സംശയങ്ങൾ മാത്രം ബാക്കി. 8 വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രിസ്മസ് രാത്രി. മുൻ SP സത്യനാരായണൻ്റെ മകൻ വിക്ടറുടെ വിവാഹമായിരുന്നു അന്ന്. സർക്കിൾ ഇൻസ്പെക്ടർ വിക്ടർ. അച്ഛൻ സർവീസിൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പ് തന്നെ മകൻ CI ആയി കഴിഞ്ഞിരിക്കുന്നു. വിവാഹശേഷം വരൻ്റെ വീട്ടിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായുള്ള സൽക്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശാലമായ മുറ്റത്ത് മനോഹരമായി ഡിസൈൻ ചെയ്ത ടേബിളുകൾക്ക് മുന്നിൽ സമൂഹത്തിലെ ഉന്നതർ എന്നവകാശപ്പെടുന്ന ഒരു പറ്റം ആൾക്കാർ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കുടിച്ചു കൂത്താടി. നാട്ടിലെ കോടീശ്വരനായ ഒരു വ്യവസായ പ്രമുഖൻ്റെ ഏക മകളെയാണ് വിക്ടർ വിവാഹം ചെയ്തത്. കേട്ടോ സത്യനാരായണ? റിട്ടയർ ചെയ്ത മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി കുഴഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചു. ഇത്രയും ഗംഭീരമായൊരു വിവാഹം എൻ്റെ ജീവിതത്തിനിടയിൽ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. സത്യനാരായണൻ അഭിമാനപൂർവ്വം ശിരസ്സനക്കി. ഒരു ഭാഗത്ത് വധുവരന്മാർ ഇരിപ്പുണ്ട്. അവർക്കരികിലേക്ക് അലക്സാണ്ടർ ചെന്നു. അളിയാ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? സമയം ഒരുപാടായിരിക്കുന്നു. ഫസ്റ്റ് നൈറ്റ് തീർന്നു പോകും. ഒന്ന് പോടാ അവിടുന്ന്. വിക്ടർ ചിരിച്ചു. അലക്സാണ്ടർ അച്ഛൻ്റെ പാതയെ പിന്തുടർന്നിരിക്കുന്നു. എക്സ്പോർട്ടിംഗ്, ചെമ്മീൻ ബിസിനസ്സിൻ്റെ മറവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്മഗ്ലിംഗ്. അയാൾ വിവാഹം കഴിച്ചിട്ടില്ല. അലക്സാണ്ടർ വാച്ച് നോക്കി. സമയം 11:30. തൽക്കാലം ഞാൻ ഇറങ്ങുന്നു. എനിക്കൊന്ന് ഉറങ്ങണം. നാളെ രാവിലെ ഒരുപാട് ജോലിയുള്ളതാ. ഓക്കെ. അലക്സാണ്ടർ പോയി. പിന്നെയും അരമണിക്കൂർ അവിടെ ഇരുന്നതിന് ശേഷമാണ് വധുവരന്മാർ അവിടെ നിന്നും എണീറ്റത്. അപ്പോഴേക്കും അതിഥികളിൽ നല്ലൊരു ഭാഗം അവിടെ തന്നെ ടേബിളിലേക്ക് തലച്ചയച്ച് ഉറക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പൊടുന്നനെ ഗേറ്റ് കടന്ന് ഒരു വാഹനം അകത്തേക്ക് വന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന അതിൻ്റെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം ഏവരുടെയും നെറ്റി ചുളിപ്പിച്ചു. ഒരു മാരുതി ജിപ്സിയായിരുന്നു അത്. കസേരകളും ടേബിളും ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് അത് വിക്ടറുടെ നേരെ പാഞ്ഞു വന്നു. അയാൾ തൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു വശത്തേക്ക് തെന്നി മാറി. ആ ക്ഷണം ജിപ്സിയുടെ സീറ്റിൽ ഇരുന്ന മനുഷ്യൻ ഒരു യന്ത്രത്തോക്കെടുത്തു. അനങ്ങരുത്, ചുട്ടുകളയും ഞാൻ. അയാൾ എൻജിൻ ഓഫാക്കാതെ പുറത്തിറങ്ങി. വണ്ടിയുടെ ഹെഡ്ലൈറ്റുകളും തെളിഞ്ഞു തന്നെ നിന്നു. എടാ, അലറിക്കൊണ്ട് സത്യനാരായണൻ പിന്നിൽ നിന്നും ഓടി വന്നു.
അയാൾ തോക്ക് തിരിച്ച് ഒറ്റയിടി. വെട്ടിയിട്ട മരം കണക്കെ മുൻ SP വീണു പോയി. മുഖത്തായിരുന്നു ഇടിയേറ്റത്. മൂക്കിലൂടെയും വായിലൂടെയും ചോര കിനിയാൻ തുടങ്ങി. ലക്ഷ്മണ. ആ മനുഷ്യൻ ഇടിമുഴങ്ങും പോലെ സംസാരിച്ചു. എന്നെ അനുസരിക്കാതെ ആരെങ്കിലും നിൽക്കുന്നിടത്തു നിന്നും അനങ്ങിയാൽ അരിപ്പ പോലെ അവൻ്റെ ശരീരം വെടിയേറ്റ് കിഴിഞ്ഞു പോകും. മരണത്തിൻ്റെ ശബ്ദം. മദ്യപിച്ച് കുഴഞ്ഞു കിടക്കുന്നവർക്ക് പോലും സിരകളിലെ രക്തം മരവിക്കുന്നതായി തോന്നി. 6 അടിയോടടുത്ത ഉയരവും അതിന് തക്ക വണ്ണവുമുള്ള ലക്ഷ്മണ കറുത്ത പാൻറ്റും സ്യൂട്ടുമാണ് ധരിച്ചിരുന്നത്. ശിരസിൽ ഒരു തൊപ്പി. ഇംഗ്ലീഷ് സിനിമയിലെ വില്ലനെ പോലെയാണ് നിൽപ്പ്. ചുണ്ടിലിരുന്ന് ഒരു ചുരുട്ട് എരിയുന്നു. തൻ്റെ ഭാര്യയുടെ ഉടൽ വിറയ്ക്കുന്നത് വിക്ടർ അറിഞ്ഞു. അയാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ലക്ഷ്മണ സാവധാനം വിക്ടറുടെ നേർക്ക് ചുവടുകൾ വെച്ചു. നിന്റെ ആദ്യ രാത്രിയാണെന്ന് അല്ലടാ. വിക്ടർ പതറിപ്പോയി. നാവ് മരവിച്ചതുമാതിരി നിൽക്കുകയാണ് അയാൾ. തോക്ക് തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ലക്ഷ്മണയുടെ കൽപ്പന. തൽക്കാലം നീ ആദ്യ രാത്രി ആഘോഷിക്കേണ്ട. ഭാഗ്യമുണ്ടെങ്കിൽ ഇനി മറ്റൊരു ദിവസമാകാം. രാത്രികൾ ഇനിയും വരും. പക്ഷേ എനിക്ക് അവസരങ്ങൾ ഇനി ഉണ്ടായില്ലെന്ന് വന്നേക്കാം. അയാൾ പെൺകുട്ടിയെ നോക്കി. സോറി, ഒരുവനെ ഭർത്താവായി തിരഞ്ഞെടുക്കുമ്പോൾ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയാമായിരുന്നെങ്കിൽ നീ ഇവനെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം? സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നിട്ടും വിറയ്ക്കുന്ന ശബ്ദമാണ് വിക്ടറിൽ നിന്നുണ്ടായത്. നിന്നെ. അയാൾ വിക്ടറുടെ മുഖത്തിന് നേരെ കൈ ചൂണ്ടി. കമോൺ. ഇല്ല. വിക്ടർ പിന്നോട്ട് മാറി. എടാ സർക്കിളെ. ലക്ഷ്മണ വല്ലാത്തൊരു ഭാവത്തിൽ ചിരിച്ചു. ഇവിടെ വരാമെങ്കിൽ നിന്നെ കൊണ്ടുപോകാനും ലക്ഷ്മണനിക്കറിയാം. അടുത്ത സെക്കൻഡിൽ ഒരു മിന്നൽ പോലെ ലക്ഷ്മണ വിക്ടറിനെ ആക്രമിക്കുന്നതാണ് മറ്റുള്ളവർ കണ്ടത്. പെൺകുട്ടി അലറിക്കരഞ്ഞു. ഇടത് കൈകൊണ്ട് മാത്രം ലക്ഷ്മണ വിക്ടറെ അടിച്ചു. ഒന്നുപോലും തിരിച്ചടിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഈ അവസരത്തിൽ മുറിക്കുള്ളിൽ ചിലർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുവാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ എത്ര നോക്കിയിട്ടും അവർക്ക് ടെലിഫോൺ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മണയുടെ കയ്യിലിരുന്ന യന്ത്രത്തോക്കിൻ്റെ ബാരൽ വിക്ടറുടെ നെഞ്ചിൽ അമർന്നു. പിന്നോട്ട് നടക്കടാ. അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു അയാൾക്ക്. അപ്പോഴും സ്വയബോധമില്ലാതെ തറയിൽ കിടക്കുകയാണ് സത്യനാരായണൻ. വിക്ടറെ ജീപ്പിന് പിന്നിൽ എത്തിച്ചപ്പോൾ ലക്ഷ്മണയുടെ കയ്യിൽ ഒരു വിലങ്ങ് പ്രത്യക്ഷപ്പെട്ടു. കുറ്റവാളികളെ എന്ന പോലെ അയാൾ അതിൻ്റെ ഒരു ഭാഗം വിക്ടറുടെ വലത് കൈയിലും മറുഭാഗം ജീപ്പിലും ചേർത്ത് കൊളുത്തിട്ടു. പിന്നെ തോക്ക് തോളിൽ തൂക്കിയിട്ട് യാതൊരു ധൃതിയും കാണിക്കാതെ ജീപ്പിൽ കയറി. ജീപ്പ് പിന്നോട്ടെടുത്തപ്പോൾ ഒരു മേശയിൽ കൂടി ഇടിച്ചു. അതിലുണ്ടായിരുന്ന പ്ലേറ്റുകൾ തറയിൽ വീണ് ചിതറിപ്പോയി. സത്യനാരായണൻ്റെ ശരീരത്തിൽ ഉരസിക്കൊണ്ടാണ് ജീപ്പിൻ്റെ ടയറുകൾക്ക് വേഗതയേറിയത്. തനിക്ക് അറിയാവുന്ന വഴികളിലൂടെയാണ് ഈ യാത്രയെന്ന് വിക്ടറിന് മനസ്സിലായി. ജീപ്പിലിരിക്കുന്ന ആ മനുഷ്യനെക്കുറിച്ച് മാത്രം യാതൊരു പിടിയും കിട്ടുന്നില്ല. ആരാണ് ഇയാൾ? ഒരു കൈകൊണ്ട് ജീപ്പ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അയാൾ ചുരുട്ട് കത്തിച്ചു. യാത്രക്കിടയിൽ യാതൊന്നും സംസാരിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. ഉദ്ദേശം 1 മണിക്കൂർ കഴിഞ്ഞാണ് ആ യാത്ര അവസാനിച്ചത്. അടുത്ത ദിവസം രാവിലെ CI വിക്ടറെ തേടിയിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു വിവരമറിഞ്ഞു. നദിക്കരയിൽ കത്തിക്കരിഞ്ഞ ഒരു ജീപ്പ് കിടക്കുന്നു. ഒപ്പം ജീവനോടെ കത്തിയതുപോലെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു മനുഷ്യൻ്റെ ജഡം ഇരിപ്പുണ്ട്. സിഗ്നൽ ലൈറ്റ് ഇട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നദിക്കരയിലേക്ക് പാഞ്ഞു. അവിടെ ജീപ്പിൻ്റെ പ്രേതം. അതിൽ കിടന്ന് അപ്പോഴും പുക ഉയരുന്നുണ്ടായിരുന്നു. കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം അവിടുത്തെ അന്തരീക്ഷം നിറയെ തങ്ങി നിൽപ്പുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൊപ്പിയൂരി കയ്യിൽ പിടിച്ച് ഒരു നിമിഷം മൗനമായി നിന്നു. തങ്ങളുടെ സഹപ്രവർത്തകൻ്റെ മൃതദേഹമാണ് അതെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. തടിച്ചുകൂടിയ ജനങ്ങളെ അവിടെ നിന്ന് അകറ്റി നിർത്തുവാൻ അവർക്ക് ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. അരമണിക്കൂറിനുള്ളിൽ ഡോഗ് സ്ക്വാഡ് എത്തി. അവറ്റകളെ കണ്ടപ്പോൾ ജനങ്ങൾ ഭയത്തോടെ പിന്നോക്കം മാറി. അബദ്ധത്തിലെങ്കിലും നായ തങ്ങളുടെ ആരുടെയെങ്കിലും നേരെ നോക്കി ഒന്ന് കുരച്ചു പോയാൽ. നായ്ക്കൾ ജീപ്പിനും മൃതദേഹത്തിനും അരികിൽ അല്പനേരം മണം പിടിച്ചു നടന്നു. പിന്നെ കുരച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് അവർ ചിതറിയോടി. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും തൊട്ടിലുകളിലെ പിടിവിട്ടുപോയി. അവർ ജീപ്പിൽ ചാടിക്കയറി നായ്ക്കളെ പിന്തുടർന്നു. ജനങ്ങൾക്കിടയിലൂടെ അവർ നദിക്ക് കുറുകെയുള്ള പാലത്തിൽ കയറി. അവിടെ നിന്നും വടക്കോട്ട്. അലക്സാണ്ടറും തൻ്റെ സുഹൃത്തിൻ്റെ മരണവാർത്തയറിഞ്ഞു. വിക്ടറെ രാത്രിയിൽ ആരോ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയതും ഒക്കെ തന്നെ രാവിലെയായിരുന്നു അയാൾ അറിയുന്നത്. എത്ര ചിന്തിച്ചിട്ടും അതിന് പിന്നിലെ ചതി എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. വിക്ടറുടെ മൃതദേഹം കിടക്കുന്നിടത്തേക്ക് പോകുവാൻ വേണ്ടി അയാൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ഗേറ്റിൽ നിന്നും നായ്ക്കളുടെ കുര കേട്ടത്. നെറ്റിച്ചുളിച്ചുകൊണ്ട് അയാൾ അവിടേക്ക് നോക്കി. 2 നായ്ക്കൾ പാഞ്ഞു വരുന്നു. അതിന് പിന്നാലെ പോലീസ് ജീപ്പ്. അലക്സാണ്ടർ ഒന്ന് ഞെട്ടി. പാഞ്ഞു വരുന്ന നായ്ക്കൾ തന്നെ കടിച്ചു കീറുമെന്ന് തോന്നിയതിനാൽ പെട്ടെന്ന് അയാൾ പോർച്ചിൽ കിടന്ന കാറിനുള്ളിലേക്ക് ചാടിക്കയറി ഡോർ വലിച്ചടച്ചു. നായ്ക്കളിൽ ഒന്ന് കൈകൾ ഡോറിന് മുകളിലേക്ക് എടുത്തു വെച്ചു. ഗ്ലാസിനിടയിലൂടെ അയാളെ നോക്കി ശക്തിയായി കുരയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും രണ്ടാമത്തേത് ബോണറ്റിന് മുകളിലേക്കും കയറി കഴിഞ്ഞിരുന്നു. ഗ്ലാസുകൾ തകർത്തുകൊണ്ട് അവ തന്നെ കടിച്ചു കീറുമെന്ന് അയാൾക്ക് തോന്നി. കാറിന് തൊട്ടു മുന്നിൽ പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് CI മാർട്ടിനും കോൺസ്റ്റബിൾസും ചാടിയിറങ്ങി. നായ്ക്കളുടെ കഴുത്തിൽ തുഴലുകൾ വീണു. മിസ്റ്റർ അലക്സാണ്ടർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, മാർട്ടിൻ ഗൗരവത്തിൽ പറഞ്ഞു. അയാൾ ഡോർ തുറന്നു. സാർ, ഞാൻ. ഷട്ടപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. സാർ.
നോ. എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് അലക്സാണ്ടർക്ക് മനസ്സിലായില്ല. തൻ്റെ സ്മഗ്ലിംഗ് ഗുഡ്സ് വല്ലതും പോലീസ് കസ്റ്റഡിയിലായോ എന്ന് അയാൾ സംശയിച്ചു. ജീപ്പിൽ കയറ്. അനുസരിക്കണോ വേണ്ടയോ എന്നറിയാതെ അലക്സാണ്ടർ പതറിപ്പോയി. അപ്പോഴേക്കും അകത്തുനിന്നും അലക്സാണ്ടറുടെ ഡാഡി തോമസ് ജോർജ് ഇറങ്ങി വന്നു. എന്താണ് സാർ ഇതൊക്കെ? CI അയാളെ കനപ്പിച്ചെന്ന് നോക്കി. എന്തു കുറ്റമാണ് എൻ്റെ സൺ ചെയ്തത്? കൊലപാതകം. യെസ്, ഇവൻ വിക്ടറെ കൊന്നു. അത് കേട്ട് അച്ഛനും മകനും വിറച്ചുപോയി. കഥ തുടരും.